കൊരിന്ത്യർ ലേഖനത്തിലെ ഒരു വാക്യം വായിച്ചിട്ട് ഇന്ന് രാത്രി ശുശ്രൂഷിപ്പാൻ ആഗ്രഹിക്കുന്നു. കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ ലേഖനം 10-ാമത്തെ അധ്യായത്തിൻ്റെ 16 മുതലുള്ള വാക്യങ്ങളാണ് വായിക്കേണ്ടത്. വായിച്ചു. മതി. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മ അല്ലയോ? നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? ഞാൻ ആ വാക്യം ഒന്നുകൂടെ വായിക്കുകയാണ്. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയല്ലോ. എല്ലാ കണ്ണുകളോടെ ചെറു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ. എല്ലാ നാവും തുറന്ന്, എല്ലാ അധരങ്ങളും തുറന്നൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. 2-3 പേരുടെ നാമത്തിൽ കൂടിയാൽ ഞാൻ നിങ്ങളുടെ നടുവിലെന്ന് വാക്ക് പറഞ്ഞ കർത്താവ് ഇന്ന് ഈ രാത്രി തേജസ്സുടുത്തവനായി നമ്മുടെ നടുവിൽ നിൽക്കുന്നത് അഭിഷേകത്തിൽ കണ്ടുകൊണ്ട്, ആത്മാവിൽ കണ്ടുകൊണ്ടൊന്ന് സ്തോത്രം ചെയ്യാൻ, ഈ ദേശത്തെ തൊടാൻ കഴിവുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം, ഈ ദേശത്തെ സന്ദർശിപ്പാൻ കഴിവുള്ള ദൈവത്തിൻ്റെ മഹത്വം, എല്ലാ ധരങ്ങളും തുറന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചു. എല്ലാ ഹൃദയങ്ങളും തുറന്ന് അന്യഭാഷയിൽ കർത്താവിനോടൊന്ന് സംസാരിച്ചു. ശബ്ദമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്ത് അന്യഭാഷയിൽ കുഞ്ഞാടേ വാഴ്ത്തുക, അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ. കുഞ്ഞാടേ വാഴ്ത്തുക, യേശു ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും യേശു കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും യേശു കർത്താവെന്ന്. ഓ ആരാധന, 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 യേശുവിനാ തുല്യം ചൊല്ല ആരുമില്ല, അങ്ങേ പോലെ യേശുവേ. തുല്യം ചൊല്ല ചേർന്ന് പാടിക്ക വരിക.
അപ്പൊ ഇന്ന് രാത്രി വചനം ജീവനായി, ചൈതന്യമായി, ദൈവപ്രവൃത്തിയായി വളരെ ആഴമായി ഞങ്ങളുടെ നടുവിൽ വെളിപ്പെട്ടു വരാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ആത്മാവ് എഴുതിയതിനെ ബുദ്ധി കൊണ്ട് കൈകാര്യം ചെയ്യാൻ അനുവദിക്കാതെ ആത്മാവിൽ തന്നെ ഞങ്ങളെ നിർത്താൻ പ്രാർത്ഥിക്കുന്നു. ഈ അന്തരീക്ഷത്തിൽ വാഴുന്ന ഇരുട്ടിന്റെ ദുരാധിപത്യങ്ങളെ ഞങ്ങൾ ബന്ധിക്കുകയാണ്. യേശുവിന്റെ നാമത്തിന്റെ മഹത്വം ഉയർന്നു നിൽക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നല്ല ഈ രാത്രിക്കായിട്ട് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ ക്രിസ്തുവിൽ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പ്രിയ കർത്താവിൻ്റെ ദാസൻ ഷിബിൻ പാസ്റ്ററെ ഓർത്ത് സ്തോത്രം. എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഒരുമിച്ചൊരു യോഗത്തിൽ നിൽക്കുന്നത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. മറ്റ് ഇദ്ദേഹത്തിൻ്റെ പേര് ഞാൻ എപ്പോഴും പറഞ്ഞാൽ തെറ്റിപ്പോകും. ഞാൻ ശീലാസ് എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇനി ആ ഉദ്യമത്തിന് മുതിരുന്നില്ല. എന്തെങ്കിലും ഒരു പേരുണ്ടല്ലോ, അതിനായിട്ട് സ്തോത്രം. പ്രിയ കർത്താവിൻ്റെ ഞാനത് അവരുടെയൊക്കെ പാട്ടൊക്കെ പാടിയാണ് അവരെയൊക്കെയായിട്ട് പരിചയപ്പെട്ടത്. ഫിലിപ്പിനെ കണ്ടതിൽ സന്തോഷമുണ്ട്. ഒത്തിരി സാമ്പാസ്റ്റെ ഓർക്കുന്നു. മറ്റ് എല്ലാ ദൈവമക്കളെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ ഞാൻ ഇന്ന് വൈകുന്നേരം ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ പറയുമായിരുന്നു, സഭായോഗത്തിന് വെറുതെ വന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾക്ക് വരെ ക്ഷീണമുള്ള ദിവസമാണ് ഞായറാഴ്ച. അപ്പോൾ പിന്നെ ഈ യോഗം നടത്തുന്നവരുടെ കാര്യം ഇന്ന് രാത്രി ക്ഷീണിക്കാതെ ചില മിനിറ്റുകൾ വളരെ ആഴമായിട്ട് കർത്താവിനോടൊന്ന് സംസാരിക്കാൻ, എന്താണോ കർത്താവ് പറയുന്നത് അതൊന്ന് കേൾക്കാൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഇടവരട്ടെ. ഈ കൊരിന്ത് ലേഖനം ജാതീയ ആരാധനക്കാര് കെട്ടിയടച്ച തോട്ടമാകുന്ന ദൈവസഭയിലേക്ക് ഓടിക്കേറി വരുമ്പോൾ അവരിലുണ്ടാകുന്ന ഇന്നലകളുടെ ആ ക്ലാവും തുരുമ്പും അവരുടെ ചിന്തകളും ഈ ദൈവരാജ്യത്തിൻ്റെ കൊടിക്കീഴിൽ നിൽക്കുമ്പോൾ അവരനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ, സത്യത്തിൽ കൊരിന്ത് ലേഖനം വളരെ പ്രക്ഷുബ്ധമാണ്. ഇരമ്പി നിൽക്കുന്ന ഒരു കടൽ പോലെ, ആകാശം കാറ് കയറി കറുത്തു നിൽക്കുന്നത് പോലെ. എനിക്ക് തോന്നുന്നു പൗലൂസ് എന്ന് പറയുന്ന ഒരു ദൈവമനുഷ്യനെ കൊണ്ടല്ലാതെ വേറെ ആരെക്കൊണ്ടും അത് മാനേജ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ വളരെ കലങ്ങി മറിഞ്ഞു നിൽക്കുന്ന ഒരു ജനത്തോടാണ്. ഈ ചരിത്രത്തിൽ ഞാൻ വായിച്ചത് കൊരിന്ത് ലേഖനം 4 എണ്ണം ഉണ്ടെന്നാണ്. ആദ്യത്തെ 2 ലേഖനങ്ങൾ പൗലൂസ് എഴുതി അയച്ചത് ഏറ്റവും വലിയ പ്രശ്നക്കാരൻ്റെ കയ്യിലാണ് ആ ലേഖനം കിട്ടിയത്. അയാളത് കീറിക്കളഞ്ഞപ്പോൾ അതിനേക്കാൾ മൂർച്ച വെച്ച് എഴുതിയതാണ് പിന്നെയുള്ള 2 ലേഖനങ്ങളിൽ നിന്ന് വായിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ഈ പൗലൂസ് എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് നിങ്ങൾ വളരെ ആഴമായിട്ട് തന്നെ കേൾക്കണം. ഹല്ലേലൂയ. ഈ പൗലൂസ് എന്ന് പറയുന്ന ഈ ദൈവമനുഷ്യൻ, എനിക്ക് തോന്നുന്നു ഏതോ കവലപ്രസംഗം കേട്ട് ഒരു കൺവെൻഷൻ്റെ പന്തലിൽ കയറി ചെന്ന് ഒരു ദൈവാലോചന കേട്ട്, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നനഞ്ഞു കുതിർന്ന ട്രാക്റ്റിൻ്റെ അറ്റവോ മൂലയോ വായിച്ച് അങ്ങനെയൊക്കെ രക്ഷിക്കപ്പെട്ട ആളുകളുണ്ട്. പക്ഷേ പൗലൂസിൻ്റെ രക്ഷ നടക്കുന്നത് സൈന്യാധിപൻ നേരിട്ടിറങ്ങി പിടിച്ചതായി ആളെ. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സ്നേഹിതൻ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ പ്രസംഗം തീരാറായി, നിങ്ങളുടെ സുവിശേഷീകരണം തീരാറായി, നിങ്ങളുടെ സ്നാനങ്ങൾ അവസാനിക്കാറായി, നിങ്ങളെ പുറത്തിറങ്ങാൻ ഞങ്ങൾ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഞങ്ങളകത്തിരുന്നാലും യഹൂദാ ഗോത്രത്തിലെ ബാലസിംഹത്തിനറിയാം തെരുവിലിറങ്ങി ജനത്തെ പിടിക്കാൻ. ഞാൻ ദൈവമക്കളോട് പറയുന്നു, ഏതെല്ലാം നിലകളിൽ പൂട്ടാൻ നോക്കിയാലും പൂട്ടപ്പെടാത്തൊരു മാർഗമുണ്ടെങ്കിൽ അത് സഭയാണ്. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഡമാസ്കസിന്റെ പടിവാതിക്കൽ വെച്ച് ഈ തർക്കശാസ്ത്രിയാകുന്ന ഈ മനുഷ്യനെ തട്ടി തമ്പുരാൻ നിലത്തിടുകയാണ്. ചുറ്റുമിന്നിയ വെളിച്ചത്തിൽ ഈ മനുഷ്യൻ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടവനായി നിലം പൊത്തുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ പൗലൂസിനെ പോലെ
ഉന്നതനായൊരു മനുഷ്യൻ, നിങ്ങൾ പ്രാർത്ഥനയോടെ എന്നെ കേൾക്കണേ, ഉന്നതനായൊരു മനുഷ്യൻ ഒരു ഓഡിറ്റോറിയത്തിൽ കസേരയിൽ നിന്ന് മറിഞ്ഞു വീഴുന്നതല്ല, പരസ്യമായൊരു വഴിവക്കിൽ അവൻ ഈ മനുഷ്യൻ ഈജിപ്തിലെ കുതിരപ്പുറത്തുനിന്ന് നിലം പൊത്തി മണ്ണ്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ പൊടിമണ്ണ് തിന്ന് കിടക്കുമ്പോൾ ആ നാട്ടു മുഴുവൻ കൊള്ളിയാൻ മിന്നൽ പോലത് വാർത്തയായി. താണ്ട് ഒരാൾ താഴെ കിടക്കുന്നു. ആരാണ്? ഓക്സ്ഫോർഡിനേക്കാൾ കേംബ്രിഡ്ജിനേക്കാൾ ഹൈലി ഫ്ലെയിം ആൻഡ് വോൾട്ടേജ് ആമേ ഗമാലിയേലിൻ്റെ പാദത്തിലിരുന്ന് വചനം പഠിച്ച ഒരു തർക്കശാസ്ത്രി, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആമേ 7 കൂട്ടം വസ്ത്രം ധരിച്ച് നിൽക്കുന്ന ന്യായപ്രമാണത്തിൻ്റെ കാവൽ പട്ടിയും കാവൽ പട്ടാളവുമായി നിൽക്കുന്ന ഒരു മനുഷ്യൻ. അങ്ങനെ നിൽക്കുന്ന ഈ മനുഷ്യനെ ആമേ തട്ടി നിലത്തിടുമ്പോൾ ആമേ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആ ഏരിയയിലുള്ള മുഴുവൻ സഭക്കാരും അവിടെ ചെന്ന് കാണും. എന്തിനാണെന്നറിയോ? ഈ മനുഷ്യനെ കൊണ്ട് ചർച്ചിൽ മെമ്പർഷിപ്പ് പഠിപ്പിക്കാൻ. പക്ഷേ സ്വർഗം തീരുമാനിച്ചത് എൻ്റെ പൗലൂസിനെ ഇപ്പൊ കൊണ്ടുപോകേണ്ടത് ചർച്ചിലല്ല, ഇപ്പൊ കൊണ്ടുപോകേണ്ടത് ഒരു വീട്ടിലാണ്, യൂദയുടെ വീട്ടിലാണ്. ആമേൻ. നേർവീതി എന്ന തെരുവിൽ പറ, യൂദയുടെ വീട്ടിലാണ്. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വെള്ളം തിളയ്ക്കാൻ 100 ഡിഗ്രി മതി, ഇരുമ്പുരുകാൻ 1500 ഡിഗ്രി ചൂട് വേണം. പൗലൂസിനെ പരുവപ്പെടുത്തിയത് യൂദയുടെ വീട്ടിലിറങ്ങിയ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ആമേൻ. എനിക്കതൊന്നും വ്യാഖ്യാൻ ഐ കാൺട്ട് എക്സ്പ്ലെയിൻ, എനിക്കറിയില്ലതൊന്നും പറയാൻ. വിശ്വാസി വന്നിട്ട് 20 വർഷമായിട്ട് ഇന്നും അടുക്കിനും ചിട്ടയ്ക്കും പ്രാർത്ഥിക്കാൻ അറിയാൻ വയ്യാത്തവരാ നമ്മൾ ഓരോരുത്തരും. എന്നാൽ അവിടെ 2 വാക്ക് എഴുതി വെച്ചു: അവൻ പ്രാർത്ഥിക്കുന്നു, അവൻ വെളിപ്പാട് കാണുന്നു. വിശ്വാസത്തിൽ വന്നതിൻ്റെ ആദ്യാക്ഷരങ്ങൾ പഠിക്കുന്ന മനുഷ്യൻ യൂദയുടെ വീട്ടിൽ വെച്ച് പ്രാർത്ഥനാ മനുഷ്യനായി, അവിടെ വെച്ച് ആ മനുഷ്യൻ വെളിപ്പാടിൻ്റെ മനുഷ്യനായി. ഓ ഹല്ലേലൂയ. ഇനി ഞാൻ ഒന്നുകൂടെ കേട്ടി പറയാം. അവിടെ വെച്ച് ആ മനുഷ്യൻ പഠിച്ച പ്രാർത്ഥനയുടെ തീവ്രത, പൗലൂസിൻ്റെ 4 പ്രാർത്ഥനകൾ നിങ്ങൾക്ക് കാണാം. അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും പറ, എൻ്റെ കൂടെ പറ. അവൻ്റെ ബലത്തിന് വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെ തീവ്രതയുള്ള പ്രാർത്ഥനയാണ്. ഷിബിൻ ബാസ്റ്റർ, ഞാൻ സാധാരണ പറയും, നമ്മുടെ ഈ കാലഘട്ടത്തിൽ എങ്ങാനും പൗലോസ് ജീവിച്ചിരുന്നാൽ മീറ്റിംഗ് ഇല്ലാതെ വീട്ടിലിരുന്ന് ചാവത്തേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിന് നമ്മുടെ ഒരു സഭകളിലും കൊണ്ട് പ്രസംഗിപ്പിക്കാൻ പറ്റത്തില്ല. നമ്മൾ വിചാരിക്കുന്നു അദ്ദേഹം പറയുകയില്ല, അദ്ദേഹം പറയുന്നു നമ്മൾ വിചാരിക്കത്തുമില്ല. ഒരാമയും പറയാൻ പറ്റുമോ? ഹല്ലേലൂയ. പോട്ടെ. ആമേൻ. ഈ 9-ാം അധ്യായത്തിൽ യൂദയുടെ വീട്ടിലിരുന്ന മനുഷ്യൻ 13-ാം അധ്യായത്തിൽ അന്ത്യോക്യ ചർച്ചിലിരിക്കുക. അത് ഇരുന്നത് വിശ്വാസികളുടെ കൂടെയല്ല, പുൾപിറ്റേ വന്നു. ഈ 9 നിങ്ങളുടെ കൂടെ ഉണ്ടാവുമല്ലോ അല്ലേ? 9-ാം അധ്യായം മുതൽ 13-ാം അധ്യായം വരെ യാത്ര ചെയ്യുന്നത് അവൻ ന്യായപ്രമാണത്തിലെ ടെററാന്ന് നിങ്ങൾ ഓർക്കണം. അല്ലാതെ വിശ്വാസത്തോട് അനുകൂലവാദമുള്ള റബ്ബർ കൊണ്ട് നട്ടലുണ്ടാക്കിയൊരു മനുഷ്യനല്ലത്. ഇയാളൊരു ടെററാണ്. ആ മനുഷ്യനെ 9-ാം അധ്യായത്തിൽ നിന്ന് ഇളക്കി 10, 11, 12, 13-ാം അധ്യായത്തിൽ വരുമ്പോൾ പ്രവാചകന്മാരുടെ കൂടെ ആ മനുഷ്യൻ കസേരയിൽ സ്റ്റേജിലെത്തിയെങ്കിൽ ആ മനുഷ്യനെ ദൈവം പണിത പണിയുടെ സ്പീഡ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു നല്ല ഹല്ലേലൂയ പറയാൻ പറ്റുമോ? ഓ ഹല്ലേലൂയ. ഇനി അതിനേക്കാളും രസം 5 ഉപദേശിമാര് സ്റ്റേജിലിരിക്കുന്നു. ബർന്നബാസ്, നീഗർ, ലുക്യോസ്, മനായന്, ശൗല്. 5 ഉപദേശിമാര് സ്റ്റേജിലിരിക്കുന്നു. നമ്മുടെ ഭാഷ പറഞ്ഞ നല്ല ലെവലുള്ള ഉപദേശിമാര് 5 പേര് സ്റ്റേജിൽ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വെച്ച് പറയുന്നു, എനിക്ക് 2 പേരെ വേണം. നിങ്ങൾ ആ വാക്ക് കേട്ടില്ല. 5 പേര് ഇവിടെ ഇരിപ്പുണ്ട്, എനിക്ക് 2 പേരെ വേണം. അതിലൊന്ന് പൗലൂസാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? മനുഷ്യൻ കുറിച്ചുരുട്ടിയിട്ട് അവ എടുത്തതല്ല ഇയാളെ. ആത്മാവ് പറയുകയാ, ഹോളി സ്പിരിറ്റ് പറയുകയാ, ഐ നീഡ്, എനിക്ക് അയാളെ വേണം.
എനിക്കിന്ന് രാത്രി തുള്ളിച്ചാടണമെന്ന് തോന്നുക. അവിടെ വളരെ ഇന്റിമസി ആയിട്ടൊരു വാക്കാ കൊടുത്തിരിക്കുന്നത്. ഞാൻ വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് എനിക്ക് വേണ്ടി, പ്രസ്ഥാനത്തിനല്ല, മനുഷ്യരുടെ ഇംഗിതത്തിനല്ല, മനുഷ്യരുടെ വായ്ത്താരികൾക്കല്ല, എനിക്ക് വേണമെന്ന് ഹോളി സ്പിരിറ്റ് പറയണമെങ്കിൽ 9-ാം അധ്യായം മുതൽ ആ മനുഷ്യനെ പണിത പണി എന്നാ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ ദൈവമക്കളോട് പറയുന്നു, ദൈവസാന്നിധ്യത്തിൽ പണിയപ്പെടാത്തവരെല്ലാം വെയിറ്റിംഗ് ലിസ്റ്റിൽ കടന്ന് തീരത്തേ ഉള്ളൂ. ഹല്ലേലൂയ. നമ്മുടെ 125 ഗ്രാം തലച്ചോറ് കൊണ്ട് സ്വർഗത്തിന് സ്റ്റിയറിംഗ് ഉണ്ടാക്കി ഇങ്ങനെ തിരിച്ചിരുന്നാൽ ഇവിടെ ഇരുന്ന് തീരത്തേ ഉള്ളൂ. ഹല്ലേലൂയ. പണിയപ്പെടാൻ ആഗ്രഹിക്കുന്നവര് 9-ാം അധ്യായത്തിൽ നിന്ന് 13-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ ആ മനുഷ്യൻ പരിശുദ്ധാത്മാവിന്റെ സെലക്ഷൻ അകത്തു വന്നു. ഒരു നല്ല ആമേൻ പറയാവോ? എന്നിട്ട് 13-ാം അധ്യായത്തിന്റെ അടുത്ത പാരഗ്രാഫ് തുടങ്ങുന്നത് ഈ മനുഷ്യന്റെ മിഷണറി യാത്രയിലേക്കാണ് കയറുന്നത്. നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടോ? ഹല്ലേലൂയ. എൻ്റെ പൊന്നുവാസ്ത്രയെ കൊച്ചിൻ്റെ കല്യാണം നടക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ രാത്രി ഓടിപ്പടച്ചു വന്ന്. അന്നാരാണ് ഇയാളുടെ ഒരു മിഷണറി യാത്ര. നടക്കട്ടെ. ആമേ. സലമീസ്, പംഫോസ്, സെർഗിയോസ് പൗലൂസിൻ്റെ കൊട്ടാരം, ഇങ്ങനെ അയ്യോ ഈ മനുഷ്യനൊരു വല്ലാത്ത പോക്കായി പോകുന്നത്. അദ്ദേഹം പറഞ്ഞ ചില വാക്കുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ? സകല കപടവും തൂർത്ത് നിറഞ്ഞവനെ, പിശാചിൻ്റെ മകനെ, ദൈവത്തിൻ്റെ നേർവഴിയെ മറിച്ച് കളയുന്ന ശത്രുവെ, ഒരു നേരത്തേക്ക് നിന്റെ കണ്ണ് ഇരുട്ട് പോട്ടെ. അപ്പം ഞാൻ പൗലൂസിനോട് ചോദിച്ചു, അങ്ങ് ഈ കണ്ണിനെ ഇരുട്ടാക്കുന്ന ശുശ്രൂഷ എവിടുന്ന് പ്രാപിച്ചതാ? പുള്ളി പറയും, എങ്ങൊന്നും പ്രാപിച്ചല്ല, എനിക്കിട്ട് തമ്പുരാൻ തന്ന പണി അതായിരുന്നു. ഡെമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് ഞാൻ ദൈവസഭയ്ക്കെതിരെ നടന്നപ്പോൾ എനിക്കിട്ട് കിട്ടിയ പണി അതാ, ഞാൻ അത് വെച്ച് അങ്ങ് തുടങ്ങുവാന്ന് പറഞ്ഞു. ആമേൻ. കണ്ടോ? ആമേൻ. സെർഗിയോസ് പൗലൂസിന്റെ കൊട്ടാരത്തിൽ എതിർത്ത് നിന്നവനെ തൊട്ട് തുടങ്ങ പോട്ടെ. ഞാൻ ഈ പൗലൂസിനെ കുറിച്ച് എല്ലായിടത്തും പറയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞാൻ ജനകീയമായി തോന്നുന്ന 1-2 കാര്യം പറഞ്ഞ് ഞാൻ ഈ ദൂതിൻ്റെ ഗൗരവത്തിലേക്ക് വരാം. ഈ പൗലൂസിന് ഞാൻ പറയുന്ന ഒന്നാമത്തെ പ്രത്യേകത, ഈ മനുഷ്യനെ എവിടെയെങ്കിലും കൊണ്ട് പൂട്ടിയിട്ടാൽ ഇറങ്ങി വരുമ്പോൾ കയ്യിലൊരു ലേഖനം കാണും, തുറന്നു വിട്ടാൽ ചെല്ലുന്നിടത്തൊരു സഭ കാണും. നിങ്ങൾ ആലോചിച്ചിട്ടെങ്കിലും ഒരു ആമയം പറയാമോ? നമ്മളെയൊക്കെ പൂട്ടിയിട്ടൊരു ലേഖനം എഴുതാൻ പറഞ്ഞാൽ അതിനകത്ത് പിരാക്കും. അയ്യോ എന്തൊക്കെയായിരിക്കും കാണേണ്ടതല്ലേ? പൗലോസ് ആ കെട്ടുമൂട്ടി കടന്നുകൊണ്ടാ എഴുതിയത്. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ശ്രദ്ധിച്ച് ഉയർപ്പിച്ചു വാഴ്ചകൾക്ക്, അധികാരങ്ങൾക്ക്, കർത്തൃത്വങ്ങൾക്ക് ഈ ലോകത്തിൽ മാത്രമാണ് വരുവാനുള്ളതിലോ. അയ്യോ ബൈബിളിനകത്ത് 11 മർമ്മങ്ങളിൽ 8 മർമ്മവും പൗലൂസ് എഴുതിയതാ. ഏറ്റവും വലിയ രസം എന്നറിയോ? ഈ ഒരൊറ്റ മർമ്മവും ഡൺലപ്പിൻ്റെ മെത്തലിരുന്ന് എഴുതിയതല്ല, 8 മർമ്മവും കാരാഗ്രഹത്തിനകത്തിരുന്നുകൊണ്ട് എഴുതിയതാ. ആ മർമ്മങ്ങളുടെ തലതൊട്ടപ്പനാണ് കൊലോസ്യ ലേഖനം 2-ാം അധ്യായം, മഹത്വത്തിന് പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വാഴുന്നു. ഓ ഹല്ലേലൂയ. അപ്പോൾ പൗലൂസിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത, പൂട്ടിയാൽ തുറന്നു വിട്ടാൽ ഈ മനുഷ്യൻ അപകടകാരിയാണ്. പൂട്ടിയിട്ടാൽ ഇറങ്ങി വരുമ്പോൾ കയ്യിലൊരു ലേഖനം കാണും, തുറന്നു വിട്ടാൽ ചെല്ലുന്നിടത്തൊരു സഭ കാണും എന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ ഭയങ്കര അപകടകാരിയാണ്. ഇനി ഒരു വാക്കോടെ പറഞ്ഞ് ഞാൻ ആ ഭാഗം മനഃപൂർവ്വം വിട്ടേക്കാം. മെലിത്ത ദ്വീപിൽ വെച്ച് പൗലൂസിന് ഒരു പാമ്പ് കടിച്ചു. 270-ലധികം ആളുകൾ കപ്പലിൽ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ എല്ലാം ചിന്ത എന്നാണെന്നറിയാമോ? കുടിയനെയും വെറിയനെയും ആഭാസനെയും അശുദ്ധനെയൊക്കെ പാമ്പ് കടിക്കുമെന്ന് ഓർത്താണ് നമ്മളിരിക്കുന്നത്. പക്ഷേ കൊട്ടാരക്കരയിലെ പാമ്പിന് വേണ്ടത് അഭിഷേകമുള്ളവരെ മാത്രമാണ്. ആമേ. ഇത് എതിർക്കുന്നത് നമ്മളോടാണ്. എത്ര പേര് ആമയും പറയുന്നുണ്ട്? ഇവിടെ നമ്മളുണ്ടാക്കിയ സംഹിതകളാണ്. ഞാൻ പെന്തിക്കോസിലാണ്, ഞാൻ ഉന്നതമായൊരു പാരമ്പര്യം വിട്ടിറങ്ങി, ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ സ്നാനപ്പെട്ടു, ചർച്ചിൻ്റെ പണിക്ക് 5 ലക്ഷം രൂപ കൊടുത്തു, പിന്നെ കൺവെൻഷന് ഞാൻ 75,000 രൂപ. ഇതൊക്കെ നമ്മുടെ ചിന്ത എന്താണെന്ന് പറയുക, ഇതൊക്കെ കാരണം ഒരു പാമ്പും എന്നെ കടിക്കില്ലെന്ന്. ഇതൊക്കെ കാരണം തന്നെ നിന്നെ പാമ്പ് കടിക്കും. കാര്യം ഈ പാമ്പ് നിന്നെ തന്നെ നോക്കിയിരിക്കുക. ഹല്ലേലൂയ. അങ്ങോട്ട് കയറി ചെന്ന് പാമ്പൊരൊറ്റ കടി കിടക്കുന്നത്. വലിയ ദർശനമുള്ള വെളിപ്പാടുള്ള മനുഷ്യൻ മെലിത്ത മാൾട്ടയിൽ ലണ്ട കിടക്കുന്നു. അവരെല്ലാം കൂടെ പറഞ്ഞു, ഇപ്പം വീർക്കും, ഇപ്പം ചത്ത് വീഴും, ഇപ്പം വീർക്കും. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, കടിക്കുന്നത് വരെ നടന്നത് സാത്താന്യ ഇടപാടുകളാണ്.
അവിടെ വരെ ദൈവത്തിന് അതിനകത്ത് ആ കളിയിൽ ദൈവം ഇല്ല. അവിടെ വരെ ആമേൻ. അവിടെ ആ പാമ്പ് കടിച്ചു കഴിഞ്ഞപ്പോ തമ്പുരാന്റെ അധ്യായം തുടങ്ങി. അവിടെ തൊട്ടാണ് അവർ, നിങ്ങൾ എന്നോട് കൂടെ ഇല്ല, ഇന്ന് രാത്രി യോഗം കഴിഞ്ഞ് പോകുമ്പോൾ ചിലരോട് ദൂത് ഞാൻ പറയാം, ഇന്ന് രാത്രി തൊട്ട് നിന്റെ ലൈഫിൽ വേറെ ഒരു അധ്യായം തുടങ്ങാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരാ കരമൊന്ന് ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നീ ദൈവത്തിന്റെ പൗലൂസാണെങ്കിലും നിന്റെ ലൈഫിലെ ഒരു സീസൺ എതിരാളികൾ പറയുന്നത് നടക്കും, അന്ധകാര ശക്തികൾ പറയുന്നത് നടക്കും, ശത്രുക്കൾ പറയുന്നത് നടക്കും. എന്നാൽ അടുത്ത സീസൺ നീ വീർക്കത്തില്ല. അവിടെ തൊട്ട് പാമ്പിന്റെ കയ്യിലല്ല, കളി ദൈവത്തിന്റെ കയ്യിലാണ്. Oh, come on, Sharabala, Sharadala, Rakadana, Labarama. Hallelujah. എനിക്കറിയില്ല, ഞാൻ ഈ ഹാളിനകത്ത് നിൽക്കുമ്പോൾ എൻ്റെ മേൽ വാഴുന്ന അഭിഷേകം എന്നോട് ഇങ്ങനെ പ്രവചിക്കാൻ പറയുകയാ. ആമേ, പിശാച് തയ്യാറാക്കിയ ചില അധ്യായങ്ങൾ ഇന്ന് രാത്രി സ്വർഗ്ഗം ക്യാൻസൽ ചെയ്യുകയാണ്. നിന്റെ സഭയ്ക്കെതിരെ, നിന്റെ തലമുറയ്ക്കെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ പിശാച് Rabala Rantana Lamshana Lakana Masatara. Hallelujah. ഇപ്പം വീർക്കും, ഇപ്പം ചത്തു വീഴും. വീർത്തുമില്ല, ചത്തു വീണയില്ല. ഇന്നലെ വരെ പാമ്പിന്റെ കടിയേറ്റവർ ചത്തു. പക്ഷെ അന്ന് ചത്തത് കടിയേറ്റ പൗലോസല്ല, കടിച്ച പാമ്പാണ്. അപ്പൊ ഈ ചില പ്രശ്നങ്ങളെ ദൈവം അലോ ചെയ്യുന്നത് നിന്റെ നാശത്തിനല്ല, അതിൻ്റെ നാശത്തിനാണ്. ചില പ്രശ്നങ്ങൾ ദൈവം അലോ ചെയ്യുന്നത് നിന്റെ തകർച്ചയ്ക്കല്ല, പ്രശ്നത്തിന്റെ തകർച്ചയ്ക്കാണ്. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മരണത്തിന് മരണം വിധിക്കുക എന്ന് പറയും. ഒന്നുകൂടെ പറയട്ടെ ഞാൻ ആ വാക്ക്. മരണത്തിന് മരണം വിധിച്ച ഒരൊറ്റ മരണമേ ഉള്ളൂ, അത് കാൽവറിയാണ്. ഉണ്ട്. ആ പ്രശ്നം കൊണ്ട് ആ കച്ചവടം അവസാനിക്കുക. ഞാൻ ഈ ഭാഗത്തുനിന്ന് മുൻപോട്ട് പോട്ടെ. പൗലോസിനെ കുറിച്ചുള്ള രണ്ടാമത്തെ കാര്യം പറയാം. മെലീത്തയിൽ വെച്ച് പാമ്പ് കടിച്ചു. നോർമലി ഞാനൊരു 10-40 വർഷം പഴക്കമുള്ളൊരു പെന്തിക്കോസുകാരനാണ്. ഇങ്ങനെ വരുമ്പോഴാണ് നമുക്ക് പ്രവാചകന്റെ ആവശ്യം വരുന്നത്. നമ്മളൊരു ദൂത് ചോദിക്കാറുണ്ട് ഈ സമയത്ത്. പെട്ടെന്ന് കടിച്ചത് പാമ്പായതുകൊണ്ട് ഇത് നാഗശക്തിയുടെ പോരാട്ടമാണെന്നായിരിക്കും ദൂത് വരാനുള്ള സാധ്യത ഏറെയും. എൻ്റെ ദാസനെ, നിനക്കെതിരെ പണം പിരിച്ചു വരുന്ന, എഴഞ്ഞു വരുന്ന, പടം പൊഴിക്കുന്ന സാധാരണ ഒരു ദൈവവേദലിൻ്റെ BP കൂടാൻ ഇതൊക്കെ വളരെ ധാരാളമാണ്. എന്നാൽ പൗലൂസിനോട് ഇത് പറഞ്ഞപ്പോൾ പൗലൂസ് പറഞ്ഞ മറുപടി, എന്നെ കടിച്ച പാമ്പ് നാഗശക്തിയുടെ പോരാട്ടമല്ല, അത് പുബ്ലിയോസിൻ്റെ വീടിൻ്റെ താക്കോലാണ്. ഉണ്ടോ? പ്രശ്നങ്ങളെ പദ്ധതികളാക്കുന്ന ഒരു തമ്പുരാൻ മേളിയിരിപ്പുണ്ടെന്ന് വിശ്വസിച്ചോണ്ട് ദൂതന് രാമയം പറഞ്ഞാട്ടെ. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന, ഐ എം റിയലി സോറി, ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം നിങ്ങളൊരു 100 പേരോട് പറ. 101 പേരും അത് നിന്റെ തകർച്ചയ്ക്കാണ്, വെല്ലുവിളിയാണെന്നേ പറയാൻ സാധ്യതയുള്ളൂ. നിങ്ങളത് പരിശുദ്ധാത്മാവിനോടൊന്ന് പറഞ്ഞേ, ഇത് നിന്റെ അടുത്ത ചവിട്ടുപടിയാണ്. Hallelujah. Amen. യഥാർത്ഥ വാഗ്ദത്തമുള്ളൊരു ദൈവപൈതലിന്റെ നേരെ പ്രശ്നങ്ങൾ അലൗ ചെയ്യുമ്പോഴേ നിങ്ങൾ ഓർത്തോണം, നിങ്ങൾ അറിയാത്ത ഉയർച്ചകളിലേക്ക് നിങ്ങൾ പോകാൻ സമയമായി. എത്ര പേര് ആ കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചു ഹല്ലേലൂയ പോട്ടെ. ഈ പൗലൂസ് എബ്രായ ലേഖനം ഉൾപ്പെടെയുള്ള 14 ലേഖനങ്ങൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എല്ലാവരും അല്ലേ? 14 ലേഖനങ്ങളിൽ 4 കൂട്ടം കാര്യമാണ് പൗലോസ് എഴുതിയത്. 1 യേശുവിൻ്റെ മടങ്ങിവരവ്, 2 യേശുവിൻ്റെ ക്രൂശ്, 3 യേശുവാര്, 4 എന്താണ് സഭ. എൻ്റെ കൂടെ ഒന്ന് പറയാമോ? നിങ്ങൾക്ക് എല്ലാം അറിയാം, നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോഴേ എനിക്കറിയാം, നിങ്ങൾക്കെല്ലാം അറിയാം. എങ്കിലും എൻ്റെ ഒരു ആശ്വാസം ഒന്ന് പറഞ്ഞേര്. 1 യേശുവിൻ്റെ മടങ്ങിവരവ്, 2 യേശുവിൻ്റെ ക്രൂശ്, 3 യേശുവാര്,
4 എന്താണ് സഭ? ഇതൊക്കെ വിശദീകരിക്കാൻ നിന്നാൽ എന്നെ ഒത്തിരി യോഗങ്ങൾ കടുപ്പിച്ചടുപ്പിച്ച് വിളിക്കേണ്ടി വരും. അതൊന്നും നടക്കുകയില്ലാത്ത കാര്യമല്ലേ. ആമേ. ഒന്നാമത് യേശുവിൻ്റെ മടങ്ങി വരവ്. പൗലോസ് എന്നെ ഡീപ്പ് റെവലേഷനിലാണ് പോയെന്നറിയോ? ഞാനിന്ന് രാവിലെ ചർച്ചിൽ പറഞ്ഞ ദൂതുകൾ ഇതാണ്: ദ്രവത്വം, അദ്രവത്വം, മർത്യത, അമർത്യത. അയ്യോ, ചിന്തിക്കാൻ മേലാത്തൊരു ട്രാൻസ്ഫോർമേഷനാണ്. ഒരു ഭയങ്കര മേക്ക് ഓവറിലേക്ക് പോവുകയാണ്. ആമേ. ഏദൻ തോട്ടത്തിൽ പിശാചി കളിച്ച സകല കളിക്കും തമ്പുരാൻ നെറ്റിക്കടിച്ച് മറുപടി കൊടുക്കുകയാണ് ലേഖനത്തിലൂടെ. ഈ ദ്രവത്വം പുഴു കയറുന്നത് പുഴു കയറാത്തതുപോലെയാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. തമ്പുരാൻ ഒരു വാണിംഗ് കൂടെ തന്നെ എന്നറിയാമോ? ആമേ. വാണിംഗ് കൂടെ തന്നെ എന്നറിയാമോ? ലോകത്തിൽ ഇന്ന് വരെ ഒരു ശവം അടക്കിയിട്ട് ഒരു ബാക്ടീരിയയ്ക്കും ഇൻവിറ്റേഷൻ ലെറ്റർ കൊടുത്തിട്ടില്ല ഇതിലെന്ന് വരണമെന്ന്. പക്ഷേ കോടിക്കണക്കിന് ബാക്ടീരിയ വന്ന് ആമേ സമരം ചെയ്ത് വാതൊക്കെ കടന്നാൽ അത് അകത്തോട്ട് കയറാൻ പറ്റാത്ത ഒരൊറ്റ കല്ലറ യേശുവിൻ്റെ കല്ലറയാ. നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ ഞാൻ ദൈവമക്കളോട് പറയാം, ഇടത്തും വലത്തും കിടന്നവരെ പുഴുത്താലും വാഗ്ദത്തമുള്ള നിന്നെ തൊടാൻ അക്കാരമൊന്ന് തട്ടി ഹല്ലേലൂയ. രണ്ടാമത് യേശുവിൻ്റെ ക്രൂശാണ്. യേശുവിനെ വിളിക്കുന്ന 2 പേരുകളുണ്ട്. ഒന്ന് ഏകജാതനെന്നും 2 ആദ്യജാതനെന്നും. ഒന്നുകൂടെ പറയട്ടെ, ഒന്ന് ഏകജാതൻ, ആദ്യജാതൻ. യോഹന്നാൻ ഏകജാതൻ കഴിയുമ്പോൾ പൗലോസ് എഴുതിയ ആദ്യജാതൻ എന്നാ. എന്താ ഈ രണ്ടിനെ തമ്മിലുള്ള വ്യത്യാസം? ഏകജാതൻ എന്ന് പറഞ്ഞാൽ ഒറ്റമോൻ, നാട്ടുഭാഷ പറഞ്ഞ ഒറ്റപ്പൂരാടൻ. ആദ്യജാതൻ എന്ന് പറഞ്ഞാൽ ആമേ ഇയാൾക്ക് അനുജന്മാരുണ്ടായി, അല്ലെ അപ്പന് വേറെ മക്കളുണ്ടായി. അപ്പോൾ കാര്യം കഴിഞ്ഞു. ക്രൂശിൻ്റെ മഹത്വം നിങ്ങൾക്ക് മനസ്സിലായോ? യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ഏകജാതൻ, റോമാലേഖനത്തിലെ ആദ്യജാതനായത്, രണ്ടിൻ്റെയും കൂടെ ഇടയ്ക്ക് ക്രൂശ് കൊണ്ട് നാട്ടിക്കഴിഞ്ഞപ്പോൾ അനേകം സഹോദരന്മാരിൽ അവൻ ആദ്യജാതനായി എന്ന് പറഞ്ഞാൽ രക്തത്തിൻ്റെ കണക്ക് പറയണേ. നമ്മൾ യേശുവിൻ്റെ ഞാനത് ഒന്നൊന്ന് 1 മിനിറ്റ് കൊണ്ടൊന്ന് തെളിയിച്ചു തന്നാൽ നിങ്ങൾക്ക് ഒരാമയം പറയാൻ പറ്റുമോ? മടിയുണ്ടെങ്കിൽ വേറെ വിഷയം പറയാം. ഹല്ലേലൂയ. ഈ ശിവൻ ബാസിന് എന്നൊക്കെ പ്രായക്കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹല്ലേലൂയ. 50 ആയോ? എന്നെ കൂടെ എന്നെ കൂടെ അത്രയൊക്കെ പറ്റുള്ളതാ. ഹല്ലേലൂയ. എനിക്ക് അദ്ദേഹത്തെ അനുജനായിട്ട് കിട്ടണം, അത് മതി. എന്തിനാ ഞാൻ ഇവിടെ വരെ വന്നു വെറുതെ ആ പാവത്തിനെ ശൈല്യപ്പെടുത്തുന്നത്? അനുജനായിട്ട് കിട്ടണം. അത് നല്ല പ്രസംഗനല്ലേ, വളരെ ഗൗരവമായിട്ട് കാര്യങ്ങൾ എൻ്റെ ഭാഷ പറഞ്ഞ പരത്തി പറയാൻ കൃപയുള്ളയാളല്ലേ. അപ്പോൾ അനുജനായിട്ട് കിട്ടണം. ഞങ്ങൾ തമ്മിലൊരു തീരുമാനം എടുത്തു, ഞാൻ എന്നും അനുജാന്ന് വിളിക്കാം, എന്നെ എന്നും ചേട്ടാന്ന് വിളിക്കണം. 1 കോടി പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും വിളി നടന്നല്ലാണ്ട് പപ്പ ഇവിടെ ഇരിപ്പുണ്ട്. 5 സെൻറ്റ് വസ്തു എൻ്റെ പേര് തരികയില്ല. വിളിച്ചൊക്കെ അവിടെ നിന്നോളും. ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇനി എൻ്റെ അപ്പൻ ഇദ്ദേഹത്തിനും കൊടുക്കാൻ സാധ്യതയില്ല. ഹല്ലേലൂയ. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, വിളി കൊണ്ട് അനുജനാകാനും പറ്റില്ല, ചേട്ടനാകാനും പറ്റില്ല. ഇനി എനിക്ക് ഒരു ചേട്ടനെ സെലക്ട് ചെയ്യാൻ പറ്റുമോ? അതും പറ്റുകയില്ല. കാര്യം എനിക്ക് സഹോദരൻ ഉണ്ടാകണമെന്ന് തീരുമാനിക്കുന്നത് എനിക്ക് ബീജം തന്ന അപ്പനാ. ആ ബീജത്തിൽ നിന്ന് ഒരാളും കൂടെ ജനിച്ചാൽ സഹോദരനാകും. അങ്ങനെയാണെങ്കിൽ ഞാൻ യേശുവിൻ്റെ ബീജത്തിൽ നിന്നാണോ ജനിച്ചത്? യേശു ജനിച്ച സെയിം ബീജത്തിലാണോ ജനിച്ചത്? മറുപടി യോഹന്നാൻ 1:1. അതിൽ വചനം ഉണ്ടായിരുന്നു. പറ. വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അടുത്ത വചനം ജഡമായി കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. വചനം ജഡമായി. അപ്പൊ യേശുവിന് കിട്ടിയ ബീജം വചനമാണെങ്കിൽ ഞാൻ ജനിച്ചത് എങ്ങനെയാണെന്നറിയോ? ആമേ. കെടുന്ന ബീജത്തല്ല, കെടാത്തല്ല, ജീവുള്ളത് നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ. അതുകൊണ്ടാണ് പെന്തിക്കോസിലെ അപ്പച്ചന്മാർ പറയുന്നത് കോക്കാമ്പീച്ച കാണിക്കാതെ വചനം പ്രസംഗിക്കടാന്ന് പറയുന്നത്. അതിന്റെ കാര്യം എന്നറിയോ? വചനത്താൽ വീണ്ടും ജനിച്ചാലേ ക്രിസ്തുവിന്റെ സഹോദരനാകാൻ പറ്റുന്നത്. അങ്ങനെയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. രക്ഷിക്കപ്പെട്ട ഞാൻ, എൻ്റെ സിരയിൽ ഓടുന്ന എൻ്റെ രക്തത്തിൻ്റെ ഓണർ എൻ്റെ സ്വർഗത്തിലിരിക്കുന്ന അപ്പായാണെങ്കിൽ നിന്റെ കുടുംബത്തിൽ കിടക്കുന്ന ഒരു ശാപരോഗങ്ങളും നിന്റെ മേൽ വാഴാൻ നീ അനുവദിക്കരുത്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി അതിനെ പുറത്താക്കാൻ
ആമേ, യേശുവിന്റെ നാമത്തിൽ ഞാൻ ഈ പ്രസംഗിക്കുമ്പോൾ ആമേ, പഴകിയ രോഗങ്ങൾ വിട്ടുപോകും. യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകും. ശക്തിയോടെ കരമൊന്ന് അടിച്ച് സൗഖ്യം. ഇനി ഞാൻ ഈ കൊരിന്ത് ലേഖനത്തിലേക്ക് വന്നിട്ട് നിങ്ങളോട് പറയാനുള്ള ദൂതിന്റെ ഗൗരവത്തിൽ വരെ എല്ലാവരും സന്തോഷമായിട്ടാണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ വായിച്ച വാക്യം 15-ാമത്തെ വാക്യമാണ്. 16-ാമത്തെ വാക്യം. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം യേശുവിൻ്റെ രക്തത്തിൻ്റെ. എനിക്കൊന്ന് ബൈബിളിൽ അങ്ങനെ വ്യാപകമായി ഉപയോഗിക്കാത്തൊരു പദശൈലി അത്. അനുഗ്രഹപാത്രം. അനുഗ്രഹപാത്രം നിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ അങ്ങനത്തെ ഒരു പാത്രം? ഏതെങ്കിലും കടയിൽ ചെന്ന് ചോദിച്ചാൽ ഒരു അനുഗ്രഹപാത്രം തരാമോ? അപ്പം ഈ സാധനം അങ്ങനെ ഉണ്ട്. ഇത് എനിക്കൊന്ന് പൗലോസ് ഇത് വേറെ ഏതോ ഒരു റലത്തിൽ നിന്നുകൊണ്ട് ഈ സാധനം പൊക്കിക്കൊണ്ട് വരുക. അപ്പം ഇവിടെ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ വരണം. ഒന്നാമത്തെ കാര്യം, ആമേൻ, രണ്ട് പാത്രങ്ങളുണ്ട്. ഞാൻ ഈ വായിക്കുന്ന പാരഗ്രാഫിൽ 2 മേശകളുണ്ട്. അവിടെ നിന്നുകൊണ്ടാണ് ഇന്ന് രാത്രി നമ്മുടെ ദൂതെടുക്കുന്നത്. താങ്ക് യു പാസ്റ്റർ. 2 പാത്രങ്ങളുണ്ട്. പറഞ്ഞേ, കൂടെ വാ, സഹായിക്കുക. 2 പാത്രമുണ്ട്, 2 മേശകളുണ്ട്. ഒന്ന് ദൈവത്തിൻ്റെ മേശ, 2 ആ ഭാഗത്തുണ്ട്. മിണ്ടത്താണോ? മനഃപൂർവ്വം പറയാത്താണോ? ഭൂതത്തിൻ്റെ മേശ. ഒന്ന് ദൈവത്തിൻ്റെ മേശ, 2 ഭൂതത്തിൻ്റെ മേശ. ഒന്ന് അനുഗ്രഹപാത്രം, രണ്ടാമത്തെ അവിടെ തന്നെ കിടപ്പുണ്ട് വേറെ പാത്രം. നോക്കിയ ചുമ്മാ ഒന്ന് വായിച്ചു നോക്കിയാൽ ഏറിയൽ വല്ലതും ഉണ്ടോ? കർത്താവിൻ്റെ പാനപാത്രം, ഭൂതങ്ങളുടെ പാനപാത്രം. മനസ്സിലായോ? അപ്പോൾ 2 പാത്രം അവിടെയുണ്ട്, 2 മേശ അവിടെയുണ്ട്. ഒന്ന് ദൈവത്തിൻ്റെ മേശ. ദൈവത്തിൻ്റെ മേശയുടെ പ്രത്യേകത, അവിടെ നുറുക്കപ്പെടുന്ന ശരീരം യേശുവിൻ്റെതായതുകൊണ്ട് യേശുവിൻ്റെ ശരീരത്തോട് നിങ്ങൾക്ക് കൂട്ടായ്മ ഉണ്ടാകുന്നു. ചർച്ചിനോട് നിങ്ങൾ മേർജ് ചെയ്യപ്പെടുന്നു, ചർച്ചിനോട് നിങ്ങൾ ചേരുന്നു, യേശുവിൻ്റെ ശരീരത്തിന് നിങ്ങൾ പങ്കാളികളാകുന്നു. ആമേൻ. എന്നാൽ ഈ യേശുവിൻ്റെ ശരീരം നാം നുറുക്കുന്ന അപ്പമാണെങ്കിൽ, യേശുവിൻ്റെ രക്തത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു ശകലഞ്ഞു മാറ്റിവെച്ച് പറയുന്നു, വേണ്ടേ ഒരു പാനപാത്രം. ആ പാനപാത്രത്തിൻ്റെ പേര് അനുഗ്രഹത്തിൻ്റെ പാത്രമാണ്. ഹല്ലേലൂയ. അനുഗ്രഹത്തിൻ്റെ പാത്രമാണ്. ഈ അനുഗ്രഹം എന്ന വാക്ക് നിങ്ങൾ വിഭജിച്ച് നോക്കിക്കേ. എവിടെ അനുഗ്രഹം എന്ന വാക്ക് കേൾക്കുമ്പോഴും ആ വാക്കിനോട് മത്സരിക്കുന്ന വേറൊരു വാക്ക് ശാപമാണ്. പ്രൈസ് ഗോഡ്. എന്നോട് കൂടെ ഉണ്ടോ? അപ്പൊ എവിടെയെങ്കിലും ഒരാൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ അന്തരീക്ഷത്തിൽ നിന്ന് വെറുതെ അനുഗ്രഹിക്കപ്പെടത്തില്ല. സൗഖ്യം എന്ന വാക്കിന്റെ അർത്ഥം രോഗം മാറുക എന്നുള്ളതാണ്. ആ വാക്ക് ചുമ്മാ ഇരിക്കുന്ന ഒരാൾക്ക് സൗഖ്യത്തിന്റെ ആവശ്യമുണ്ടോ? ഒരാൾ വെറുതെ ഇരിക്കുക, തലവേദനയില്ല, പനിയില്ല, തുമ്മലില്ല, ചുമ്മാ ഇരുന്നുണ്ട്, ഞാൻ ഇന്ന് രാവിലെ സൗഖ്യമായി കേട്ടോ. അപ്പൊ സൗഖ്യമായെന്ന് കേൾക്കുമ്പോഴേ ഒരാൾ ചോദിക്കുക, നിങ്ങൾ എന്തിൽ നിന്നാ സൗഖ്യമായത്? കടുത്ത തലവേദനയായിരുന്നു, അല്ലെ കടുത്ത ഏതെങ്കിലും വേദനയായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടംപോലെ വേദനകളുണ്ടല്ലോ, ഏതെങ്കിലും ഒരെണ്ണം എടുത്തിട്ടാൽ മതി. അപ്പോൾ സൗഖ്യമെന്ന വാക്ക് രോഗമെന്ന വാക്കിനെ ഹൈജാക്ക് ചെയ്യുകയാണ്. അപ്പോൾ അനുഗ്രഹത്തിൻ്റെ പാത്രമെന്ന് പറയുമ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് നിന്നെ ഏറിയ നാളുകൾ കുടിപ്പിച്ചൊരു ശാപത്തിൻ്റെ പാത്രം ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. ശാപം ഒരു പവറാണെങ്കിൽ അതിനെ ഹൈജാക്ക് ചെയ്യുന്ന പവറാണ് അനുഗ്രഹം. ഓ, എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? ഇന്ന് രാത്രി പാത്രം മാറാൻ പോകുകയാണ്. കഴിഞ്ഞ ഏറിയ നാളുകളായി നിന്റെ വീടിനെ പിശാച് കുടിപ്പിച്ച ആ ശാപത്തിന്റെ പാനപാത്രം എന്റെ ദൈവം മറിച്ചിട്ട്
ഓ, നിങ്ങൾ എന്നോടൊപ്പം സഞ്ചരിക്കുന്നു എന്ന് ഞാൻ ആത്മാവിൽ ചിന്തിക്കുന്നു. ആമേ. അനുഗ്രഹപാത്രം. ആമേ. ഒന്ന് പറഞ്ഞ് എല്ലാവരുടെ ചേർന്ന വാക്ക് അനുഗ്രഹപാത്രം. ഈ അനുഗ്രഹപാത്രം എന്ന വാക്കിന് വില ഉണ്ടാകുന്നത് ആ അനുഗ്രഹത്തിലേക്ക് എന്നെ വിടാതെ നീരാളി പോലെ എന്നെ പിടിച്ച ഒരു ശാപത്തിന്റെ ക്രോധ മദ്യം തൊട്ടിപ്പുറത്തിരിക്കുകയാണ്. ജനിച്ച നാൾ മുതൽ നിന്നെ ഗുണം പിടിക്കാൻ അനുവദിക്കാതെ, തലമുറയെ രക്ഷപ്പെടുത്താതെ, ആമെ കുടുംബത്തെ രക്ഷപ്പെടുത്താതെ, ആരോഗ്യത്തെ മുൻപോട്ട് വിടാതെ, ഫിനാൻഷ്യലി നിന്നെ തകർക്കുന്ന, മെന്റലി നിന്നെ തകർക്കുന്ന, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പിതാക്കന്മാരുടെ കബറിടം മുതൽ ആമേൻ 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 നിന്റെ കുടുംബത്തിലേക്ക് ഇരുട്ടുവാക്കിന് കയറി വന്ന ആ സാത്താന്റെ കയ്പ് കാടി ഇന്ന് രാത്രി എന്റെ ദൈവം മറിച്ചിട്ട് ഒരനുഗ്രഹത്തിന്റെ പാത്രം നിങ്ങൾ ഈ യേശുവിന്റെ ചോരയെ കുറിച്ച് പറയുമ്പോൾ മാത്രം പുതു നിയമത്തിന്റെ രക്തം ഒന്ന് പറഞ്ഞ വാക്ക് ഒച്ചത്തി പറഞ്ഞേ, ഇച്ചൂടെ ഷോർട്ടാക്കിയ നിയമരക്തം. നിയമരക്തം. അപ്പൊ ലോ 120 കോടി മനുഷ്യരുണ്ട് ഇന്ത്യയിൽ. 650 കോടി മനുഷ്യരുണ്ടാകാം ലോകത്തിൽ, അല്ലേ? ഈ 120 കോടി മനുഷ്യർ നിനക്കെതിരെ നിന്നാലും സുപ്രീം കോടതി നിനക്ക് അനുകൂലമായിട്ടൊരു വിധി പറഞ്ഞാൽ ആൾക്കൂട്ടത്തിന് വിധിയെ ഹൈജാക്ക് ചെയ്യാൻ പറ്റുകയില്ല. വിധിയുടെ മുൻപിൽ പറ ആൾക്കൂട്ടം ഒതുങ്ങിയേ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് ഇന്ത്യ മുഴുവൻ നിനക്കെതിരെ നിന്നാലും ഈ ചോരയുടെ അകത്തുനിന്നൊരു ലോ വന്നാൽ ഇയാളുടെ ചേട്ടൻ ഇയാളെ ഇഷ്ടമല്ല, അനിയനെ ഇഷ്ടമല്ല, അമ്മാച്ചനെ ഇഷ്ടമല്ല, കേരളത്തിലുള്ള പാസ്റ്റർമാർക്ക് ആർക്കും നമ്മളെ ഇഷ്ടമല്ല, പെന്തിക്കോസുകാർക്ക് ആർക്കും നമ്മളെ ഇഷ്ടം. ഇതൊക്കെ അവിടെ കിടന്നോട്ടെ. ലോകം മുഴുവൻ തട്ടിട്ട് തുള്ളിയാലും നിയമത്തിന്റെ പവറാണ്. ഹല്ലേലൂയ. എനിക്കറിയില്ല ശിവൻ പാസ്റ്റർ, ഐ കാണ്ട് എക്സ്പ്ലെയിൻ. എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ കുടുംബത്തിൽ ഒരു 4 തലമുറ പഴകിക്കിടക്കുന്ന ഒരു പോരാട്ടം ഉണ്ടെന്നോർത്തോ, ശാപം ഉണ്ടെന്നോർത്തോ, ഇന്ന് രാത്രി യേശുവിൻ്റെ ചോര എന്നൊരു നിയമം പുറത്തിറങ്ങിയാൽ വല്യപ്പൻ്റെ കബറിടം മുതൽ അത് തെളിച്ചു കൊണ്ടുവരും യേശുവിൻ്റെ രക്തം. ഓ ഹല്ലേലൂയ. നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ ആമേൻ അപ്പൻ്റെ 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 അതിൻ്റെ അപ്പുറേ നിന്റെ കുടുംബത്തെ വലച്ച് പിതാക്കന്മാരെ തകർത്ത ഏത് ശാപമോ ആ ശാപത്തെ ഹൈജാക്ക് ചെയ്യാൻ ഈ നിയമരക്തത്തിന് കഴിയുമെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ ആ കരമൊന്ന് ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞേ, വാക്കൊന്ന് പറഞ്ഞു കയറി വന്നേ. അനുഗ്രഹപാത്രം. അനുഗ്രഹപാത്രം. ഹല്ലേലൂയ. ഞാനിന്ന് രാത്രി പ്രസംഗിക്കുമ്പോൾ എനിക്ക് ഈ വാക്യത്തിനകത്തുനിന്ന് പറയാൻ ഞാൻ ഉണ്ടാക്കിയെടുത്ത ഒരു നോട്ടും എൻ്റെ കയ്യിലില്ല. ഒരു നോട്ടും എൻ്റെ കയ്യിലില്ല. 30 വർഷമായിട്ട് ഞാൻ സഭയുടെ പാസ്റ്ററാണ്. 14-ാമത്തെ വയസ്സ് മുതൽ ശുശ്രൂഷിക്കാൻ തുടങ്ങിയ ഒരാളാണ്. ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തോരം മെസ്സേജ് പറഞ്ഞിട്ടുണ്ടാവുമെന്ന്. പക്ഷെ ടോട്ടലി ബ്ലാങ്കിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഒരു പാത്രം, ആ പാത്രത്തെ കുറിച്ച് പറഞ്ഞു, ഇത് അനുഗ്രഹ പാത്രമാണ്. തൊട്ടപ്പുറം ശാപത്തിന്റെ പാത്രം ഇരിക്കുക. അത് നമ്മുടെ 4 തലമുറയിൽ പിശാച് കുടിപ്പിച്ചതാ. പക്ഷെ ചോര പറയുന്നു ഇനി അത് നടക്കില്ല. അതിന്റെ കാര്യം എന്നറിയാമോ? അവൻ അടുത്ത സീസൺ ശാപത്തിന്റെ അല്ല, അടുത്ത സീസൺ എന്റെയാണ്. ഇന്ന് ഈ യോഗത്തിൽ എന്തിനായി കൂട്ടായ്മ, എന്തിനാ പ്രാർത്ഥന? കൊട്ടാരക്കര സഭയില്ലാഞ്ഞിട്ടാണോ? ഐ ഡോണ്ട് നോ, എനിക്കൊന്നും അറിയില്ല. ഹല്ലേലൂയ. ഞാൻ മണർകാട് ഒരു കൂട്ടായ്മ തുടങ്ങിയപ്പോഴും ആളുകൾ ചോദിച്ചതാണ്,
ഇവിടെ വേറെ സഭകളില്ലാഞ്ഞിട്ടാണോ? ഞാൻ ചോദിച്ചു, നാട്ടിൽ വേറെ ഒരമ്മയ്ക്കും ഗർഭപാത്രം ഇല്ലായിട്ടാണോ നിങ്ങളുടെ അമ്മ പ്രസവിച്ചത്? നിങ്ങൾക്കത് മനസ്സിലായില്ലായിരിക്കും അല്ലേ? ഈ ഒരു കൂട്ടായ്മ തുടങ്ങുമ്പോൾ അതിനകത്ത് ദൈവത്തിൻ്റെ പ്ലാനുകളുണ്ട്. അതിനപ്പുറത്തിരിക്കുന്ന മനുഷ്യന്റെ അഭിപ്രായത്തിന്റെ ആവശ്യം നമുക്ക് എന്താണ്? എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? അപ്പൊ ഈ സഭ പ്രസവിക്കാനുള്ള ഒരു ജനറേഷനെ ദൈവം കണ്ടുവച്ചിരിക്കുക. അത് ഇപ്പൊ ഈ ഇരിക്കുന്ന ആളുകളാണോ? അതൊന്നും എനിക്കറിയില്ല. ഹല്ലേലൂയ. നമ്മള് സഭയൊക്കെ അങ്ങോട്ട് തുടങ്ങുമ്പോൾ ഞാനിപ്പോൾ ഇരിക്കുന്ന 7ാമത്തെ സഭയാണ്. എല്ലാം പൈനീർ വർക്കുകളായിരുന്നു. ഒരു ഉണ്ടാക്കി തന്നൊരു സ്ഥലത്ത് പോയി ഇരിക്കാനുള്ള ഭാഗ്യമോ ഗതികേടോ എനിക്കുണ്ടായിട്ടില്ല. എല്ലാം പുതിയ കൂട്ടായ്മകളായിരുന്നു. അപ്പോൾ ഒരു ആത്മാവിൻ്റെ എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് എൻ്റെ കഴുത്ത് നീണ്ടു പോകുന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം ആളുകൾ വരുന്നുണ്ടോ എന്ന് നോക്കി ഞായറാഴ്ച നിന്ന് പാടുക, സർവ സൃഷ്ടികളും ഒന്നായി ഇങ്ങനെ നോക്കി കഴുത്ത് നീണ്ടു പോകുന്ന എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവിടെ പിന്നെ ഇങ്ങനെ ഹോളായതുകൊണ്ട് ആർക്കും ഒന്നും നോക്കാൻ പറ്റുകയല്ല. വന്ന് പോയാൽ പോയി ഒന്നും അറിയില്ല. ഹല്ലേലൂയ. അപ്പൊ എവിടെയൊക്കെയോ ദൈവത്തിനൊരു പ്ലാൻ. ഓക്കെ, ഞാൻ ഈ ദൂതന്റെ ഗൗരവത്തിലേക്ക് വരാം. ആമേൻ. അനുഗ്രഹപാത്രം. ആമേൻ. ഈ അനുഗ്രഹപാത്രം യേശുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? അപ്പോ ഒരു പാത്രത്തിനകത്ത് തുറന്നു വെച്ചിരിക്കുന്ന ഒരു അനുഗ്രഹം, ആ അനുഗ്രഹം ക്ലെയിം ചെയ്തെടുക്കുന്നത് ഒരാളുടെ ചോരയുടെ അകത്തുനിന്നാണ്. ഹല്ലേലൂയ. നിങ്ങൾ എത്ര പേരോട് കൂടെ ഉണ്ടത്? പിശാചിന് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു പ്രസംഗമാണ് യേശുവിൻ്റെ രക്തം. 5 പൈസയ്ക്ക് അയാൾക്ക് താല്പര്യമില്ല. കാര്യം അതാരുടെയെങ്കിലും തലയ്ക്കകത്ത് കയറിയാൽ അവർ വിടുവിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ആമേ. അപ്പോ ഈ യേശുവിൻ്റെ ചോരയ്ക്കകത്തുനിന്നൊരു ക്ലെയിം ഉണ്ടായാൽ നമ്മൾ അറിയാതെ അടുത്തൊരു തലമുറ ചിന്തിക്കാത്തൊരു അനുഗ്രഹത്തിലേക്ക് കയറി. ഞാൻ 1-2 വാക്യങ്ങൾ ഒന്ന് വായിപ്പിച്ചോട്ടെ. പൊതുവെ എനിക്കങ്ങനെ വാക്യം വായിപ്പിച്ച് അങ്ങനെ ശുശ്രൂഷിപ്പിക്കുന്ന ഒരു ജോലി ഇല്ലാത്തതാണ്. പക്ഷെ എനിക്ക് ഇന്ന് രാത്രി ഇത് വായിച്ചേ പറ്റുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വിരോധമുണ്ടോ? അല്ല, ഉണ്ടേ സഹിച്ചോളാൻ പറയാനാ വിരോധം. ഹല്ലേലൂയ. എബ്രായ ലേഖനം എടുത്താട്ടെ 13-ാമത്തെ അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം. ഏതാണ്ട് ആ ഏരിയയിൽ തന്നെയുണ്ട് വാക്യങ്ങളല്ല. വായിച്ചാട്ടെ. നിത്യ നിയമത്തിന്റെ, അത് ഞാൻ 1-ാമത് പറഞ്ഞ വിഷയമാണ്. അത് ഞാൻ വിശദീകരിക്കാതെ വിടാം. ഈ രക്തത്തിന്റെ പേരാണ് നിയമരക്തം. അപ്പോൾ എവിടെയെങ്കിലും നിയമത്തിന്റെ പ്രത്യേകത, നിയമമായിട്ട് ഇങ്ങനെ ഇരിക്കുക. ഇന്ത്യക്ക് ഒരു നിയമമുണ്ട്. നിങ്ങളെല്ലാവരും എന്നെ കേൾക്കുന്നുണ്ട്. അത് മുഴുവൻ വായിച്ച് തീർക്കല്ലേ, എന്നെ നോക്കണേ. ഹല്ലേലൂയ. 8:30 കഴിഞ്ഞും ബൈബിൾ നിങ്ങളുടെ കയ്യിലുണ്ട്, ഞാനിവിടെ ഇല്ല. അതോർത്താണ്. ആമേൻ. ശ്രദ്ധിച്ചു കേട്ടോ. നിയമം, ആമേൻ, ഒരു നിയമം. ഇന്ത്യക്ക് ഒരു ലോ ഉണ്ട്. കേൾക്കുന്നുണ്ടോ? ആ ലോ അവിടെ ഇരിക്കുക. വക്കീലിനും ജഡ്ജിക്കും ലോയെ തൊടാൻ പറ്റുകയില്ല. ഹലോ. ആമേ. ഇവിടെ ഏത് പാസ്റ്റർ സ്വന്തമായിട്ട് 500 ഫ്ലൈറ്റ് ഉള്ള ഉപദേശി വന്നാലും ലോയെ തൊടാൻ പറ്റുകയില്ല. ഒരാമയം പറഞ്ഞാട്ടെ. അതിന് വേൾഡ് ബാങ്കിലോ സ്വിസ് ബാങ്കിലോ കാനറ കാത്തലിക് എവിടെ എത്ര കോടി രൂപ ഉണ്ടെങ്കിലും ലോയെ തൊടാൻ പറ്റുകയില്ല. കാര്യം എന്നാ? ലോയാണ്. അതവിടെ ഇരിക്കുക. പിന്നെ വക്കീലിന്റെ ജോലി എന്നറിയാമോ? ഈ ലോ വെച്ച് താൻ വാദിക്കുന്നയാളെ പുറത്തടിക്കുകയാ വക്കീലിന്റെ ജോലി. ഹല്ലേലൂയ. അവിടെ ആ ലോ വെച്ച് ഒരു വക്കീൽ നിന്ന് പിടിക്കുക. എന്തിനാ പിടിക്കുന്ന അറിയാമോ? ഞാൻ ഒന്ന് രണ്ട് കാര്യം ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾക്കത് മനസ്സിലാകും. യേശുവിൻ്റെ ചോര നേരെ അങ്ങോട്ട് ചെന്നേച്ച് സമാഗമന കൂടാരത്തിൻ്റെ അകത്തോട്ട് നിങ്ങളൊന്ന് ചെന്ന് യേശുവിൻ്റെ ചോര കിടക്കുന്നത് കൂടെയുണ്ടോ? എന്നോട് കൂടെയുണ്ടോ? ചോര കിടക്കുന്നത് കൃപാസനത്തിൻ്റെ മേളിലാണ്. കൃപാസനത്തിന് മേളിൽ അഭിമുഖമായി നിൽക്കുന്ന കെരൂബുകൾ നിൽക്കുന്ന കൃപാസനത്തിന്റെ മേളിൽ കുഞ്ഞാടിന്റെ ചോര ഇങ്ങനെ ഒഴുകി നടക്കുക. ആ കൃപാസനത്തിന്റെ നേരെ താഴെ ഇരിക്കുന്നത് അഹരോന്റെ തളിർത്ത വടി, മത്സരം, നിയമത്തിന്റെ കൽപ്പലക, വിഗ്രഹാരാധന, മണ്ണയിട്ട് വെച്ചിരിക്കുന്ന പൊൻപാത്രം, പിറുപിറുപ്പ്. അഹരോന്റെ വടി കണ്ടാൽ പിതാവിന് കലി കയറും. നിയമത്തിന്റെ കൽപ്പലക കണ്ടാൽ കാളക്കുട്ടിയുടെ ഓർമ്മ വരും.
മന്ന കണ്ടാൽ ഇവരുടെ പിറുപിറുപ്പ് ഓർമ്മ വരും. പക്ഷേ ഇത് മുഴുവൻ ഇതിന്റെ താഴെ ഇട്ടേച്ച് അതിന്റെ മേളിൽ ചോര ഇങ്ങനെ കിടക്കുകയാ. അതിന്റെ അർത്ഥം അറിയോ? നിന്റെ ലൈഫിൽ നിന്റെ കുടുംബത്തിലെ ഇന്നലകൾ പറഞ്ഞ് ഇനി നിന്നെ ആക്രമിക്കാൻ പറ്റുകയില്ല. ഒരു നല്ല ആമേൻ പറയാവോ? ഓ, ഇതൊരു നല്ല രാത്രി. It's the time of God. ആമേ, ഏതൊക്കെയോ വീടുകൾക്കകത്ത് ശാപകാരണങ്ങളുടെ മേളിൽ യേശുവിന്റെ ചോര ഇന്ന് രാത്രി വീഴാൻ പോകയാ. അയ്യോ, ഇതൊരു സാധാരണ രാത്രി അല്ല. ആമേ, ആ വിഷയത്തിന്റെ മേളിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. പിതാവായ ദൈവത്തിന് ഈ മണ്ണയിട്ട് വെച്ചിരിക്കുന്ന പൊൻപാത്രം കാണുമ്പോൾ തോന്നുന്ന ആ പെറുപെറുപ്പിനോടുള്ള വിമുഖത ആ കുടുംബത്തിന് മേൽ ദോഷമായി വരാം. പക്ഷേ താമ്രമതിൽ പോലെ തടയുകയാ. ആര്? യേശുവിൻ്റെ ചോര. ഒന്ന് പറഞ്ഞ്, നിത്യ നിയമത്താൽ. ഞാൻ ഒന്നുകൂടെ പറയാം, ചോര കയറിയത് തടയുക, അങ്ങോട്ട് പോകാൻ പറ്റുകയില്ല. ഇനി ഞാൻ ആ ഭാഗത്തുനിന്ന് ഒന്ന് രണ്ട് ദൂത് എൻ്റെ ഒരു ആശ്വാസത്തിന് വേണ്ടി എടുക്കാം. ഈ ഇസ്രായേൽ മക്കൾക്ക് ദൈവം മന്നയിട്ട് കൊടുക്കുമ്പോൾ ഈ മന്നയിൽ ഒരു ദിവസം കഴിയുമ്പോൾ കൃമി കയറും. ഹലോ, ഒരു ദിവസം കഴിയുമ്പോൾ എനിക്കിന്നും മനസ്സിലാകുന്നില്ല പാസ്, എന്നെ കളിയാ കിടന്ന് കളിക്കുന്നത്. കാര്യം അറിയോ? തിങ്കളാഴ്ച 24 മണിക്കൂർ, ചൊവ്വാഴ്ച 24 മണിക്കൂർ, ബുധനാഴ്ച 24 മണിക്കൂർ, എന്നാൽ വെള്ളിയാഴ്ച വീഴുന്നത് 48 മണിക്കൂർ. നീ അത് ഞാൻ പറഞ്ഞു തരണമായിരിക്കും. ശനിയാഴ്ച ശബത്തായതുകൊണ്ട് വെള്ളിയാഴ്ച ഇരട്ടി പെറുക്കാം. അന്ന് കൃമിക്ക് അവധിയാ. ഇനി അതിനേക്കാൾ രസം എന്നാണെന്നറിയോ? വെള്ളിയാഴ്ച വീഴുന്ന മന്നയ്ക്ക് 48 മണിക്കൂർ, ആലയത്തിനകത്ത് പാത്രത്തിരിക്കുന്ന മന്നയ്ക്ക് 1000 വർഷം. കൃമിക്ക ഏറിയാലേ പോകാൻ പറ്റുകയില്ല. ഒരാമയും പറഞ്ഞ്. അപ്പം ഈ മന്നയെ നശിപ്പിക്കുന്ന കൃമിക്ക് ആലയത്തിൻ്റെ അകത്ത് കയറി ചെന്ന് ആ മന്നയെ തൊടാൻ പറ്റുകയില്ല. ചോദ്യം, എന്തുകൊണ്ട് പറ്റുന്നില്ല? മറുപടി, പാളയത്തിൽ കയറുന്ന കൃമിക്ക് സാന്നിധ്യമുള്ളിടത്ത് കയറാൻ പറ്റുകയില്ല. ഓ, അതൂതിനൊന്ന് ആമേൻ പറഞ്ഞു തുടങ്ങാവോ ദൈവമക്കൾക്ക്? ആമേൻ. നിന്റെ കുടുംബത്തിൽ ഇനി ആ സാധനത്തിന് കയറാൻ പറ്റുകയില്ല. ഞാന് ഈ മന്നയോട് ഞാൻ ചോദിക്കുക, മന്ന സംസാരിക്കുമെന്നറിയാം. ഞാൻ മന്നയോട് ചോദിച്ചു, അതെന്താ നിന്റെ ദേഹത്ത് 1000 വർഷം കഴിഞ്ഞിട്ട് കൃമി കയറാത്തത്? മന്ന പറഞ്ഞ 3 മറുപടിയാ. സുഭാഷ് പാസ്റ്ററെ, നേരെ മേളിലോട്ട് നോക്കിക്കേ. ഞാൻ പറഞ്ഞൊരു പലക പോലത്തെ ഒരു സാധനം. മന്ന പറഞ്ഞത് പലകയല്ല, കൃപാസനമാണ്. കൃപയുടെ കീഴിൽ ഇരുന്നാൽ ഈ സാധനം കയറുകയില്ല. ഒന്ന്. എന്നിട്ട് ഈ മന്ന എന്നോട് പറഞ്ഞു, ആ കൃപാസനത്തിൻ്റെ മേളിൽ പോയി നോക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചോരയുടെ താഴെ ഇരുന്നാൽ ഇത് കയറുകയില്ല. ഇതൊക്കെ ആരോട് പറയാനാ? മൂന്നാമത്തത്, അതിൻ്റെ മേളിലാണ് തേജസ് കാബോത് കിടക്കുന്നത്. സാന്നിധ്യമുള്ളിടത്ത് ഇത് കയറുകയില്ല. അച്ഛാ, 3 കാര്യങ്ങൾ. 1, ചോരയുടെ താഴെ ഇരുന്നാൽ വരികയില്ല. 2, കൃപയുടെ താഴെ ഇരുന്നാൽ വരികയില്ല. 3, സാന്നിധ്യത്തിൻ്റെ. ഹല്ലേലൂയ. ആമേ. ഒരന്ധകാര ശക്തിയും ഇനി ആ ഏരിയയിൽ കയറത്തില്ല. ശ്രദ്ധിച്ചു നോക്കി. അഹരോന്റെ വടി ദേവാലയത്തിൽ കൊണ്ട് കുഴിച്ചു വെച്ചെന്നൊന്നും ഞാൻ വായിച്ചിട്ടില്ല, ഇതുവരെ കണ്ടിട്ടുമില്ല. അഹരോന്റെ വടി ചാരി വെച്ചെന്നാ എൻ്റെ ചിന്ത. ആമേ. വടിയോ ചെടിയോ തളർക്കണമെങ്കിൽ ചോട് വേണം, വേര് വേണം, വെള്ളം വേണം, വെയിൽ വേണം. അഹരോന്റെ വടിക്ക് ചോടില്ല, വേരില്ല, വെള്ളമില്ല, വെയിലുമില്ല. ഹല്ലേലൂയ. ഞങ്ങൾ തമാശയ്ക്ക് പറയും, പണ്ട് ഒരു പുതിയൊരു സഭയിലോട്ട് വരുമ്പോൾ ഞാൻ വാതിക്കൽ വന്ന് കണ്ട് മറ്റേ അനോയിൻറ്റഡ് വർഷിപ്പ്
സ്പിരിറ്റ് ഫിൽഡ് മെസ്സേജസ്. ഓക്കെ, ഇതൊക്കെ ഞാൻ കണ്ടായിരുന്നു. പക്ഷേ പണ്ട് കാലത്ത് ആളുകൾ ചോദിച്ചോണ്ടിരുന്ന ചർച്ച് സെമിത്തേരി ഉണ്ടോയെന്ന് ആദ്യം ചോദിക്കുന്നത്. ഹലോ, ഷിവിൻ പാസ്റ്ററാണോ? അതെ. എവിടാ? കൊട്ടാരക്കല്ല. സെമിത്തേരി ഉണ്ടോ? ചർച്ചിൽ കസേര ഉണ്ടെന്ന് ചോദിക്കുകയില്ല. അന്നേരം പണ്ട് ഒരു പാസ്റ്റർ പറഞ്ഞ പോലെ നാളെ ഒരു ശവം വരുന്നുണ്ട്, റെഡി ആയിട്ടിരുന്നോണമെന്ന് എല്ലാവരും കൂടെ. സെമിത്തേരി വേണ്ടത് ആർക്കാ? ഹല്ലേലൂയ. ആമേൻ. നിങ്ങളൊന്ന് ഒന്ന് അഹരോന്റെ വടിക്ക് ചോടുമില്ല, വേരുമില്ല, വെള്ളവുമില്ല, വെയിലുമില്ല, പക്ഷെ ഫലമുണ്ട്. എനിക്കെന്നാ മനസ്സിലായത്, ദൈവമഹത്വത്തിനകത്തിരിക്കുന്നവന് വേരില്ലെങ്കിലും ഫലം ഉണ്ടാകും, ചോടില്ലേലും ഫലം ഉണ്ടാകും, വെള്ളം ഒഴിക്കാൻ ആരുമില്ലേലും ഫലം ഉണ്ടാകും. ഹല്ലേലൂയ. നിലനിൽപ്പ് എന്ന് പറഞ്ഞൊരു വാക്കുണ്ട് മനുഷ്യരുടെ എല്ലാം. എനിക്കൊന്ന് മലയാളിക്ക് അത് ഏറ്റവും കൂടുതലുള്ളത്. രാവിലെ തുണിക്കട ചെന്നേച്ച് 3 മണി വരെ ഇങ്ങനെ തുണി പിടിച്ച് തിരുമിക്കൊണ്ടിരുന്നേച്ച് പറയും ഇത് കൊള്ളുകലെന്ന് പറഞ്ഞേച്ച് ഇറങ്ങിപ്പോരുന്നവരാ മലയാളികൾ. 11 മണി തൊട്ട് 3 മണി വരെ തുണിയെ പിടിച്ച് എന്ത് ചെയ്യും? തിരുമിയേച്ച് പറയും ഇത് കൊള്ളുകലെന്ന് പറയും. തിരുമി അവിടെ തുളച്ച് ചവരിഞ്ഞ് പോരുകയും ചെയ്യും. ആമേ. നിലനിൽപ്പ് ഞാൻ ദൈവത്തോട് പറയുന്നത്, ദൈവം നിർത്താൻ തീരുമാനിച്ചാൽ നിന്നതാ, അതിനെ ഇളക്കാൻ പോട്ടെ. അപ്പം നിയമത്തിൻ്റെ രക്തം ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയില്ല. 120 കോടി ജനം ഷിബിൻ പാസ്റ്ററിനെതിരായാലും ചോരക്കകത്ത് നിയമം ഓപ്പറേറ്റ് ചെയ്താൽ ഈ ആളുകൾക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇപ്പോൾ നമ്മുടെ സുപ്രീം കോടതി ഒരു വിധി പറഞ്ഞു. ഈ വിധി പറഞ്ഞത് നേരെയാക്കാൻ വേണ്ടി ഇവിടുത്തെ ഏതെങ്കിലും ഒരു ചാനലുകാരനെ ജഡ്ജി വിളിക്കാറുണ്ടോ? ഒന്നും മിണ്ടപ്പാ ബ്രദറെ, ഞാൻ വിധി ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നുണ്ട്, അതുകൊണ്ട് ബ്രദർ ഒന്ന് തിരിച്ചു പറയണം കേട്ടോ. ജഡ്ജി പറയും ഇയാൾ പോയി പണി നോക്കടാന്ന് പറയും. എനിക്ക് നിന്റെ ഒന്നും പുറകെ നടക്കേണ്ട ആവശ്യമില്ല. ഞാനാ വിധി പറഞ്ഞത്, ഞാൻ ലോയിൽ നിന്നോണ്ടാ ഒരു സാധനം പറയുന്നത്. ആമേ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്നാണെന്നറിയോ? ട്രെയിൻ പോകാൻ വേണ്ടി കാറ് നിർത്തിയിടണം, കാറ് പോകാൻ വേണ്ടി ഒരു ട്രെയിനും നിർത്തിയിടുകയില്ല. നിയമം ഇന്ന് രാത്രി നിന്റെ വീടിനകത്ത് ചിലത് ചെയ്യാൻ പോകുകയാ. ഓ എനിക്കറിയില്ല, സംതിങ് ഗോയിങ് ടു ഹാപ്പൻ. ഇന്നലെ വരെയുള്ള നിന്റെ ലൈഫിനെ ചോരയുടെ അകത്ത് നിയമം വേറെ ഒന്നാക്കി മാറ്റാൻ പോകുകയാണ്. അത് വിശ്വസിക്കുന്നവരാ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് ഞാനൊന്ന് മുൻപോട്ട് പോകാമേ. ഒന്ന് നിയമത്തിന്റെ രക്തം. ഇനി അടുത്തത് എബ്രായ ലേഖനം 10:20. അടുത്ത വാക്യം ഒന്ന് വായിച്ചേ, പെട്ടെന്ന് വായിച്ചേ. Chapter 10 verse 20 വായിച്ചോളൂ. തന്റെ രക്തത്താൽ, ബാക്കി പറഞ്ഞു, വിശുദ്ധ മന്ദിരത്തിന്റെ. അപ്പൊ ഒന്നാമത് ഈ ചോര നിയമത്തിന്റെ രക്തമായതുകൊണ്ട് ലോകം മുഴുവൻ എതിർത്താലും നിയമത്തിന്റെ മേളിൽ കയറി ഒന്നും ചെയ്യാൻ പറ്റില്ല. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? രണ്ടാമത്തത്, ഈ ചോര കൊണ്ട് നമുക്ക് കിട്ടിയ സാധ്യത വിശുദ്ധ മന്ദിരത്തിന്റെ അകത്തോട്ടുള്ള പ്രവേശനമാണ്. അതുകൊണ്ട് കരുണ ലഭിപ്പാൻ, ബാക്കി പറ, തൽസമയത്ത് സഹായത്തുള്ള കൃപ പ്രാപിപ്പാൻ നാം ധൈര്യത്തോടെ, ബാക്കി പറ, കൃപാസനത്തോടെ അമ്മേ വിശുദ്ധ മന്ദിരത്തിനകത്ത്. ഞാൻ ഒരു കുഞ്ഞു കാര്യം അവിടെ നിന്ന് പറഞ്ഞിച്ച് മുൻപോട്ട് വരാം. ഈ 7 കൂട്ടം വസ്ത്രം ധരിച്ച് കാലിൽ വെള്ളിച്ചങ്ങല ചുറ്റി ആലയത്തിനകത്തോട്ട് കിണ്ണത്തിൽ ചോരയുമായിട്ടൊരു മഹാപുരോഹിതൻ കയറും. ഈ സമയത്ത് 20 ലക്ഷം പേരും ടെൻഷൻ അടിച്ച് പുറത്ത് നിൽക്കുക. കാര്യം എന്നറിയോ? ഇവിടെ പുരോഹിതന് ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. അവിടെ വിധി വരേണ്ടത് ആ ദൈവാലയത്തിന്റെ അതിപരിശുദ്ധ സ്ഥലത്ത് നിന്നാണ്. ഞങ്ങളെ കൊണ്ടൊക്കെ എന്തെങ്കിലും പറ്റുമായിരുന്നെങ്കിൽ, അയ്യോ ഞാൻ വീടിന് ഭാഗത്തൊരു ബോർഡ് വെച്ചാണ് ഉയർപ്പിച്ച് കൊടുക്കപ്പെടുമെന്നൊക്കെ പറഞ്ഞു തകർത്തേനെ. ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. പുറത്തേക്കുന്ന ജനത്തിനറിയാം പുരോഹിതന് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. റെക്കമെൻഡ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ എന്നോട് കൂടെ വന്നേ. എന്നാ ചെയ്യാൻ പറ്റുന്നത്? നിങ്ങളുടെ ചർച്ചിലെ പാസ്റ്റർ വല്ലതും ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്കറിയാവുന്ന പെന്തിക്കോസിലെ ഏതെങ്കിലും നേതാക്കന്മാർക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? ഒന്ന് എല്ലാവരും ഈ കാര്യത്തിൽ ഒരു രക്ഷയില്ല. അവിടെ വിധി വരേണ്ടത് വിശുദ്ധ മന്ദിരത്തിന്റെ അകത്തുനിന്നാണ്.
അതിൻ്റെ അകത്തുനിന്ന്. അപ്പം ഈ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, 20 ലക്ഷം പേരുടെ കുടുംബത്തിൻ്റെ പാപം മുഴുവൻ ഇങ്ങനെ തിളച്ച്, അയ്യോ കൂടെ വന്നേ കർത്താവിൻ്റെ എനിക്കറിയില്ല എങ്ങനെ പറയണമെന്നറിയില്ല. ഈ നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കേ, കഴിഞ്ഞ ദിവസം ഒരാളെ വെട്ടിക്കൊന്നു ഇന്നലെ കണ്ടോ, അത് ഒരു പക അതിന് മുമ്പേ ചെയ്ത്. അപ്പം നിങ്ങൾ അപ്പം ഇത്രയുണ്ടല്ലേ ഈ പക. ഈ ഒരു വർഷം 365 ദിവസമായിട്ടും അത് മറക്കാതെ ഇങ്ങനെ മനസ്സിനകത്തിട്ട് ഇങ്ങനെ പറഞ്ഞേ കലി കയറി. അപ്പം ഞാൻ ഇവന്മാർക്ക് അവാർഡ് കൊടുക്കണം. കാര്യം എന്നറിയോ, ഇവന്മാർ ഈ ഒരു വർഷം കൊണ്ട് ഈ കലി പടക്കാതെ വെച്ചോണ്ടിരുന്നല്ലോ. ഞാനൊക്കെ ആണെങ്കിൽ അന്നേരം ചൂടായില്ലേ പിന്നെ ചീറ്റിപ്പോവും. ആ സെക്കൻഡ് ചൂടായില്ലെന്നുണ്ടല്ലോ. നാളെ ഒരു ദിവസം തന്നെ മോനൊരു അടി കൊടുത്ത മോനോട്, പപ്പായ്ക്ക് ഇപ്പം ഈ ഉടുപ്പ് മാറുന്നതിനും എന്നെ തല്ലണം തന്നെ എത്ര നിർബന്ധം. ഞാൻ പറഞ്ഞു ഇടയിച്ച് കഴിഞ്ഞാൽ ദേഷ്യം പോകുമെന്ന് പറഞ്ഞു. അത്ര സമയം പോലും നമുക്ക് ഈ സാധനം. അയ്യോ, എനിക്ക് ചില ആളുകളെയൊക്കെ അറിയാൻ കേട്ടോ, സ്തോത്രം. 32 പല്ലുള്ളപ്പോൾ തുടങ്ങിയ ദേഷ്യം ഒറ്റ പല്ലില്ലാതെ ആയിട്ടും തീരാത്ത ആളുകളുണ്ട്. നിങ്ങൾ ബാക്കി കണക്ക് കൂട്ടിയാൽ മതി. അപ്പം ഇവനിങ്ങനെ, ഞാൻ ഈ കൊച്ചു കാര്യമല്ല പറഞ്ഞു, നിങ്ങൾ കൂടെ വരണേ പ്ലീസ്. ഇവൻ ഈ ദേഷ്യം ഇങ്ങനെ സൂക്ഷിച്ച് അവനെ കൊല്ലണം, അവൻ ജീവിക്കാൻ പാടില്ല. ഇതിങ്ങനെ എന്ന ഒരാളെ സ്നേഹിക്കാൻ ഒരു കഷ്ടപ്പാടും പെടുകയില്ല ആളുകൾ. ഒരാളെ ഒന്ന് സ്നേഹിക്കാൻ. ഫിലിപ്പ് ഒരു നല്ല ആളാന്ന് പറയാൻ പോലും നമ്മളെ കൊണ്ട് പറ്റുകയില്ല. ഒരു ദോഷവും ഇല്ല. എന്നാലും ചുമ്മാ ഇപ്പം ഞാൻ ആരോടെങ്കിലും ഒരാളെ ചോദിച്ചാൽ, ബ്രദറെ നിങ്ങളൊരു അനുഗ്രഹിക്കപ്പെട്ട സഹോദരന, അയാളെ വാക്കോർത്ത് സന്തോഷത്തോടെ ജീവിക്കട്ടെ 2 ദിവസം. ഞാൻ ഒരിക്കൽ ബ്രസ്റ്റ് ക്യാൻസർ വന്ന് മരിക്കാൻ കിടക്കുന്ന ഒരു അമ്മച്ചിയുടെ റൂമിൽ ചെന്നേച്ച് ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി കർത്താവ് സൗഖ്യദായനാ, അമ്മച്ചി ധൈര്യമായിട്ടിരിക്കുക, അമ്മച്ചിക്ക് കർത്താവ് സൗഖ്യം തരട്ടെ. എന്നിട്ട് അമ്മച്ചി എഴുന്നേറ്റ് വന്ന് നമുക്ക് പിന്നെയും ഒന്ന് പാട്ടുപാടി സാക്ഷിയൊക്കെ ഒന്ന് പറഞ്ഞ്. എൻ്റെ ദൈവമേ, അത് പറഞ്ഞപ്പോൾ ഈ അമ്മച്ചിയുടെ കണ്ണൊക്കെ അങ്ങ് തെളിഞ്ഞ്, അറ്റം പറ്റി കിടക്കുക, കണ്ണൊക്കെ അങ്ങ് തെളിഞ്ഞ്. ഞാൻ അമ്മച്ചിയുടെ തല ഇങ്ങനെ കയ്യിലോട്ട് എടുത്ത് വെച്ച് ഞാൻ പറയും, അമ്മച്ചി ധൈര്യമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. നമ്മൾ സാക്ഷിയോ നമ്മൾ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അമ്മച്ചി മരിക്കുകയും ചെയ്തു. അവിടെ ചുറ്റും കൂടിയെന്നവരും കൂടെ എന്നെ കൊല്ലാൻ വരുക. മരിക്കാൻ കിടക്കുന്ന അമ്മച്ചി അവർക്ക് എന്തിനാ പ്രത്യാശ കൊടുത്തെന്ന്. ഞാൻ പറഞ്ഞു, പിന്നെ മരിക്കാൻ കിടക്കുന്നവർ ഇപ്പം തട്ടിപ്പോട്ടെന്ന് പറഞ്ഞ് ഞാൻ കഴുത്തിന് കുത്തിപ്പിടിക്കണോ? ഞാൻ പറഞ്ഞു, എൻ്റെ ശിശുവിയുടെ പ്രത്യേകത എന്നറിയോ, അവർ മരിക്കാതിരിക്കുകയോ അല്ല, ആ മരിക്കുന്നതിന് 1 മണിക്കൂറും അവരെ സന്തോഷിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞു. അതിൻ്റെ പേരാ ശുശ്രൂഷ. അല്ലാതെ മരിക്കാൻ പോകുന്നവരെ തിരിച്ച് കെട്ടി വലിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റുമോ? ഒരു മനുഷ്യൻ തകർന്നിരിക്കുക, അവനൊരു 1 മണിക്കൂർ സന്തോഷം. ബ്രദറെ, നിങ്ങളെ കണ്ടത് എനിക്ക് വലിയൊരു ആശ്വാസമാണ്. അന്നേരം നീ ജനിച്ച അന്നോട്ട് എൻ്റെ ജീവിതം മുടിഞ്ഞടാന്ന് പറഞ്ഞ് പ്രാഗിച്ച് നിൽക്കുന്ന ഒരാളുടെ മുമ്പിൽ വേദനിച്ചിരിക്കുകയായിരിക്കും. നിന്നെ കണ്ടപ്പോൾ തൊട്ട് എനിക്കൊരു ഹാപ്പിയാന്ന് പറയുമ്പോഴല്ലോ, ആ മനുഷ്യന് എവിടെയോ ജീവിക്കാൻ ഒരു ധൈര്യം കിട്ടി. ഹല്ലേലൂയ, ആമേൻ. അത് വലിയ തലവേദന പിടിച്ചൊരു കാര്യമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോണം. അപ്പം ഈ വൈരാഗ്യം സൂക്ഷിച്ചു വെക്കുക. നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്നെ? മടുത്തോ നിങ്ങൾ? ഹല്ലേലൂയ. പാസ്റ്ററിനോട് 10:30 നിർത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, എന്നാലും ഞാൻ നേരത്തെ നിർത്താം. വൈരാഗ്യം ഇങ്ങനെ ഇതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ച 20 ലക്ഷം നിങ്ങൾ എന്നോട് കൂടെ ഉണ്ട്. ആർക്കറിയാം? ഉണ്ടോ? ചെവിരൻ്റെ കൂടെ ഉണ്ടോ? 20 lakhs 20 ലക്ഷം മനുഷ്യർ. ഇനി ഈ അബ്രഹാമിൻ്റെ മക്കൾ എന്ന് പറഞ്ഞാൽ ചെറിയ പാർട്ടികൾ വല്ലതാണോ? അയ്യോ, ഒപ്പിക്കാൻ മിടുക്കന്മാരാ. എന്ന സൈസുകളാണ്. നിങ്ങൾ നോർത്ത് നോക്കി, പിന്നെ യാക്കോബിന്റെ വീട്ടിൽ ഒരു പെങ്കൊച്ചിനോട് ദോഷം ചെന്ന് പറഞ്ഞാൽ പട്ടണക്കാരെ മുഴുവൻ ചെന്ന് അരിഞ്ഞേച്ചു വന്ന സൈസുകളായന്മാര്. കലിപ്പ് കയറിയ സ്വന്തം അനിയനെ പിടിച്ച് കുഴിക്കാത്തിടും. കലിപ്പ് കയറരുത്, കയറിയ സംഗതി. പിന്നെ ഇപ്പൊ കണ്ടില്ലേ, യുദ്ധം നടക്കുമ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു മരിച്ചെന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ട് കളിക്കുക ആളുകൾ. അതിന് മാത്രമേ പറ്റുള്ളൂ. അയാൾ യാവുമില്ല, പോസ്റ്റ് ഇട്ട് സന്തോഷിക്കുക. അപ്പൊ ഈ 20 ലക്ഷം പേരുടെ പാപം നിങ്ങൾ എന്നോട് കൂടെ വേണ്ട. ഞാനൊരു പദത്തിലേക്ക് അവർ നിങ്ങൾ എന്നോട് കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ്. ദേവദാസനെ, ഈ 20 ലക്ഷം പേരുടെ പാപം ഉണ്ടല്ലോ, നമ്മുടെ നാട്ടുഭാഷയെ പറഞ്ഞാൽ 10,000 അണ്ടാവിനകത്ത് ചുമക്കാൻ വയ്യാത്ത രീതി നിൽക്കുക ഈ പാപം. നിങ്ങൾ ഓർത്ത് വയ്ക്കേ,
നമ്മുടെ പിതാക്കന്മാരൊക്കെ ചില വീട്ടിലെ അപ്പന്മാർ ഒപ്പിച്ചു വെച്ച കുരുത്തക്കേട് 4 തലമുറകളിലെ മക്കൾ അനുഭവിച്ചിട്ട് തീർന്നിട്ടുണ്ടോ? അച്ഛാ, ഇവരെന്നോട് കൂടെ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. ചില അപ്പന്മാർ കാണിച്ചു വെച്ച ഓരോ ദുഷ്കൃതികൾ 4 തലമുറ അനുഭവിച്ചിട്ട് തീർന്നിട്ടില്ലെങ്കിൽ അത് എന്നെ അയാൾ ഒപ്പിച്ചെന്നൊന്ന് ആലോചിച്ച് നോക്കി. ഇതുപോലെ 20 ലക്ഷം വീട്ടുകാർ ഒപ്പിച്ചതെല്ലാം കൂടെ ഇസ്രായേലിന്റെ തലയിൽ ഇങ്ങനെ തീ പോലെ നിൽക്കുമ്പോൾ ഒരാടിന്റെ ചോര 20 ലക്ഷം പേരുടെ പ്രശ്നം ഇങ്ങ് വലിച്ചു. എന്നിട്ട് ആ കിണ്ണത്തിനകത്തോട്ടങ്ങ് ഇറക്കി. എനിക്ക് മൈക്കെല്ലാം കൂടെ കളഞ്ഞൊക്കെ ചാടണം തോന്നുക. സംശയം എൻ്റെ കൂടെ ഉണ്ടോ? 20 ലക്ഷം പേരുടെ വേണ്ടി. അതിനകത്ത് അച്ഛാ 1000 തലമുറകളുടെ ആക്സിഡന്റ് ഉണ്ട്, 10,000 തലമുറയുടെ മാനസിക രോഗമുണ്ട്, 50,000 പിള്ളേരുടെ വിവാഹ തടസ്സമുണ്ട്, 15,000 പേരുടെ ഡിവോഴ്സ് ഉണ്ട്. മനസ്സിലായോ? ചില കുഞ്ഞുങ്ങൾക്ക് മുടിയും വളർത്ത് റോട്ടിൽ കൂടെ ഭ്രാന്തന്മാരായിട്ട് നടക്കേണ്ട സാധനമുണ്ട്. ഈ സാധനത്തെ മുഴുവൻ ഈ കിണ്ണത്തിനകത്തെ ചോര വലിച്ചതിനകത്തോട്ട് ഇറക്കി. ഒന്ന് കരമടിച്ചൊന്ന് ആരാധിച്ചേ. ഹല്ലേലൂയ. എന്നിട്ട് മഹാപുരോഹിതന്റെ കൈ കയറി ഈ ചോര ദൈവസ്ഥാനത്തിനകത്തോട്ട് എന്ന് വെച്ച് എനിക്കിപ്പോഴും അയ്യോ മൈ ഗാഡ്, എനിക്കിപ്പോഴും ചിന്തിക്കാൻ മേല. 20 ലക്ഷം പേരുടെ പ്രശ്നം പിതാവ് കാണാതെ ആ ചോര അങ്ങ് മറച്ചു. മറിച്ചു പറഞ്ഞു, എന്റെ ചോര കാണ്. എന്റെ മക്കളെ ആ കോപം മുഴുവൻ ഈ ചോര കണ്ടപ്പോ അങ്ങ് അലിവാ. ആ അലിവാണ് ഇന്ന് രാത്രിയിലെ നമ്മുടെ ആയുസ്. എനിക്കറിയില്ല അതെങ്ങനെയാ പറയേണ്ടത്. പരീക്ഷയുടെ തലേ മാസം നിന്റെ കൊച്ചിന് വരുന്നൊരു തലവേദനയില്ലേ? പഠിക്കാൻ പോയിടത്ത് എക്സാമിന്റെ സമയമാകുമ്പോൾ കൊച്ചു കിടന്ന് കറങ്ങുന്നൊരു കറക്കയില്ലേ? കല്യാണം കഴിച്ചു വിട്ടിട്ട് ദൈവത്തെ പഴിക്കുന്നവരുടെ വീട്ടിൽ 5 പിള്ളേരുണ്ടായപ്പോ 5 വർഷം കൊണ്ട് ഒരു കൊച്ചു പോലും ഉണ്ടാകാത്ത ചില വീടിന്റെ ഗതികേടില്ലേ? അത് മുഴുവൻ ഇങ്ങനെ കൊടി പിടിച്ച് നിൽക്കുന്ന ആ ശാപം ഉണ്ടല്ലോ, അത് മുഴുവൻ കോഴിക്കുഞ്ഞിനെ കോഴി ചിറകിൻ്റെ അടിയിലോട്ട് കയറ്റുന്ന പോലെ ഈ ചോര ഇത് മുഴുവൻ അങ്ങ് ഹൈജാക്ക് ചെയ്തു. ഹൈജാക്ക് ചെയ്ത് വെച്ച് ഒരു ലിസ്റ്റ് കൊടുത്തേച്ച് പറഞ്ഞു, ഈ ചോരയെ നോക്കി അവരെ അങ്ങ് ബ്ലെസ് ചെയ്യാൻ പറഞ്ഞു. ഇന്ന് രാത്രി യോഗത്തിന്റെ പ്രത്യേകത എന്നാണെന്നറിയോ? നിന്റെ പ്രവൃത്തി നോക്കിയിട്ടല്ല, 33 തിരുവയസ്സിലെ ആ ചോരയെ നോക്കിയിട്ടൊരു ബ്ലെസ്സിങ് ആണ്. ഇന്ന് രാത്രി എൻ്റെ പൊന്നമ്മമാരോട്, എൻ്റെ അപ്പന്മാരോട്, എൻ്റെ പാസ്റ്റർമാരോട്, ഏത് മരണകരമായ വെല്ലുവിളിയും ആ ചോരയ്ക്കകത്ത് ഒരൊറ്റ നിമിഷം കൊണ്ട് ക്യാൻസൽ ആകും. നിങ്ങളുടെ മനസ്സിൽ കുറച്ചെങ്കിലും എത്തിയെന്ന് ഞാൻ ചിന്തിക്കുന്നു. എനിക്ക് ആ ദൂതിൽ മുമ്പോട്ട് പോകണം. എഫേസ്യ ലേഖനം 1:7 വായിക്കണം. അടുത്തത് എഫേഷ്യൻസ് ചാപ്റ്റർ 1:7 പ്ലീസ്. എങ്ങനെയാ പ്രസംഗിക്കേണ്ടത്? ബൈബിളിലെ മുഴുവൻ 66 പുസ്തകങ്ങൾ ഒരുമിച്ച് കൈ പിടിച്ച് ഞെക്കി പിഴിഞ്ഞാൽ 2 വാക്ക് ഇറങ്ങി വരും. ഒന്ന് റിഡീമർ എന്നും 2 റിഡംഷൻ എന്നും, വീണ്ടെടുപ്പും വീണ്ടെടുപ്പുകാരനും. ആ 2 വാക്കുകൾ തീർന്നു ഈ പുസ്തകം. ഒന്ന് വീണ്ടെടുപ്പുകാരെ പൗലൂസ് കൊണ്ട് അടിച്ച ആണ് നിങ്ങൾ കണ്ടോ? അവനിൽ നമുക്ക്, അവന്റെ രക്തത്താൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനമെന്ന, ഒന്ന് ഒച്ചത്തിൽ പറഞ്ഞേ, വീണ്ടെടുപ്പെന്ന് പറഞ്ഞ്.
വൃത്തിയായിട്ട് പറ, വീണ്ടെടുപ്പ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേദപുസ്തകം, കൊട്ടാരക്കരക്കാരല്ലേ, നിങ്ങൾക്ക് ബൈബിളുമായിട്ട് അടുപ്പമുള്ളവരല്ലേ, രൂത്തിന്റെ പുസ്തകം എടുത്തിട്ട് ചുമ്മാ ഒന്ന് പഠിച്ചു നോക്കിക്കേ. വീണ്ടെടുപ്പെന്ന വാക്കിന്റെ വ്യാപ്തി അറിയണമെങ്കിൽ ഒരു കുടുംബം ബേത്ലഹേമിൽ താമസിച്ചു. ക്ഷാമം വന്നപ്പോൾ ബേത്ലഹേം വിട്ട് മോവാബിലേക്ക് പോയി. അപ്പൊ ഈ ചില ആളുകൾക്ക് ബേത്ലഹേമുമായിട്ടുള്ള ബന്ധം അപ്പം തീരുന്നത് വരെയേ ഉള്ളൂ. അതെന്നാ ബന്ധമാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പം തീർന്ന് വയറൊന്ന് ഒട്ടിയാൽ തീരാനുള്ള ബന്ധമേ ഉള്ളൂ പലർക്ക്. ചർച്ചിലൊക്കെ ആയിരിക്കും, പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. എനിക്ക് അത്ര വിമർശനാത്മകമായി പ്രസംഗിക്കാൻ കരുത്തുള്ള ഒരാളല്ല ഞാൻ. എനിക്ക് അതിനുള്ള റേഞ്ചുമില്ല. എനിക്ക് കൃപയുള്ള ഒരു ധാരാളം പേരുണ്ട്. എനിക്ക് കൃപ കുറവാ കാര്യത്തിൽ. ഹല്ലേലൂയ. നിങ്ങളൊന്ന് ഓർത്തു നോക്കിക്കേ, വന്ന് പാടുന്നു, പ്രാർത്ഥിക്കുന്നു, കൈയടിക്കുന്നു. പക്ഷെ എന്നെങ്കിലും ബേത്ലഹേമിലെ അരി തീർന്നാൽ അന്ന് പോകുവര്. എന്റെ ചോദ്യം, ഈ പോയ കുടുംബത്തെ കുറിച്ച് എഴുതിയ ഇതേ പുസ്തകത്തിൽ പോകാത്തൊരു ബോവസ് ഉണ്ടായിരുന്നു. നിങ്ങളൊന്ന് ചിന്തിച്ച്, ഞാൻ ഇവിടെ നിന്നോട്ടെ, കുഴപ്പമുണ്ടോ? ഈ അമ്മമ്മ ഇവരെല്ലാം കൂടെ പിന്നെ അച്ചായനോട് വരാൻ പറഞ്ഞു. പിള്ളേരുടെ 2 ആൺപിള്ളേരാ, മകളോനും കില്ല. നിങ്ങളൊന്ന് സന്തോഷത്തോടെ ഇരുന്നേ. പിള്ളേരെ വാടാ നമുക്ക് പോയേക്കാന്ന് പറഞ്ഞു. ചുമ്മാ ഇവിടെ പെന്തിക്കോസാന്ന് പറഞ്ഞ് ഇവിടെ വട്ടം കൂടി അവസാനം പട്ടിണി കിടന്ന് ചാകുന്നതിനൊക്കെ നല്ലത് മോവാബി പോയി പെണ്ണ് കെട്ടി അവിടെ നമുക്ക് ഒരുമിച്ച് തകർക്കാന്ന് പറഞ്ഞു. അവിടെ മോവാബി പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അച്ചായൻ മരിച്ചു. അച്ചായൻ മരിച്ചപ്പോൾ നാട്ടിൽ നിന്ന് ആരണ്ട് വിളിച്ചു വെച്ചു, അമ്മാമ്മേ രക്ഷപ്പെടാൻ പോയിട്ട് ഇപ്പം മരിച്ചല്ലോ. അമ്മാമ്മ എക്സ്ക്യൂസസ് പറഞ്ഞു. പിന്നെ പ്രായമുള്ളവർ മരിക്കണ്ടേ, ജീവിച്ചിരുന്നാൽ മതിയോ എന്ന് ചോദിച്ചു. അപ്പം മൂത്ത മോൻ മരിച്ചപ്പോൾ ആരണ്ട് പിന്നെയും വിളിച്ചു വെച്ചു, അതിനാ മോൻ പോയതിന് എന്ന് പറഞ്ഞാൽ നിങ്ങളത് ചിന്തിച്ചാൽ മതി. ഞാനത് പറഞ്ഞാൽ വഷളായി പോകും. അതുകൊണ്ടാണ് 3 ആണും 1 പെണ്ണും കൂടി അങ്ങോട്ട് പോയത്. ഇപ്പോൾ 3 ആണുങ്ങളും ഭൂമിയിലില്ല. പക്ഷെ മോവാബിൽ ഈ 3 മരണം റിപ്പോർട്ട് ചെയ്യുമ്പോഴും ക്ഷാമമുള്ള ബേത്ലഹേമിൽ മരണം റിപ്പോർട്ട് ചെയ്യുന്നില്ല. മോവാബിൽ മരണം നടക്കുമ്പോഴും ആഹാരം ഇല്ലാത്ത ബേത്ലഹേമിൽ മരണം നടക്കുന്നില്ല. അതിന്റെ അർത്ഥം എന്നാണെന്നറിയോ? സാന്നിധ്യമുള്ളിടത്ത് പട്ടിണി ഉണ്ടെങ്കിലും പ്രാണന്റെ കാവൽ അവന്റെ കയ്യിലാ. ഒന്ന് നല്ല ഹാപ്പി ആയിട്ട് ഒരാമേ പറഞ്ഞാട്ടെ. അന്ന് ചില ആളുകൾ അങ്ങ് ബുദ്ധിയിലാണല്ലോ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. നിങ്ങൾ സമയം പോയച്ച സോറി, അയ്യോ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ഈ 2 ആൺപിള്ളേരും ഈ ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ ചോദിക്കുന്നുണ്ട്, ചിന്നമ്മേ പോണോന്ന് ചോദിക്കുന്നുണ്ട്. ഇതേ മനുഷ്യ അങ്ങനെയൊക്കെ. അതൊക്കെ അനീഷ് കാവാലം പാസ് പറയണ ഊക്കും, നമ്മൾ പറഞ്ഞ ഊക്ക്. ഈ കഴിഞ്ഞ ദിവസം അവിടെ വന്നൊരു പ്രസംഗം കഴിഞ്ഞ് എനിക്ക് ഇപ്പോഴും ഓർക്കുമ്പോൾ ചിരി വരിക. മരണത്തിന് ഗ്രീക്കിൽ 8 വാക്കുകളുണ്ടെന്ന്. നേരം ഫ്രണ്ടിൽ നിന്ന് ഒരു അമ്മച്ചി പറഞ്ഞു, ഗ്രീക്കുകാർക്ക് 8 പ്രാവശ്യം പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ, എനിക്ക് ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് പറഞ്ഞു. പിന്നെ മരണത്തിന് എന്തിനാ 8 വാക്ക്, ഒറ്റ വാക്ക് പോലെ. ഹല്ലേലൂയ. നിങ്ങൾ നോക്കിക്കേ, ഇതിനെ എല്ലാത്തിനെയും വലിച്ചുകൊണ്ട് ഇങ്ങനെ അങ്ങ് പോകുന്ന കൂട്ടത്. ഷിബിൻ പാസ്റ്ററെ, റേഞ്ചില്ലാതെ ആ മഴയില്ലാതെ മഴമേഘമില്ലാത്ത ആ മണ്ണിൽ ആ പാടത്ത് ഈ ബോസ് നിപ്പുണ്ട്. കാണാവോ? അത് ഒന്ന് കണ്ടേ. എനിക്കത് പറയുമ്പോൾ സങ്കടം വരും. ഈ ചിലരുടെയൊക്കെ നോട്ടത്തിലുണ്ടല്ലോ ബോസ്മാര് മണ്ടന്മാരാ. കാശുണ്ടാക്കാൻ അറിയാൻ മേലാത്ത, വെട്ടിക്കാൻ അറിയാൻ മേലാത്ത മണ്ടന്മാരാ. എനിക്ക് തോന്നുന്നുണ്ട് ഞാനൊക്കെ ഭയങ്കര മണ്ടനാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പാസ്റ്റർ, പല ആവർത്തി. പക്ഷെ എനിക്കൊരു ധൈര്യമുണ്ട്, ഞാൻ തമ്പുരാൻ്റെ മുമ്പേ മണ്ടനല്ലെന്നൊരു ധൈര്യം എൻ്റെ മനസ്സിലാണ്. അന്നേരം ഈ അമ്മാമ്മ ബോസിനോട് പറയാ, എടാ അവിടെ ചെന്ന് നല്ല പെണ്ണുങ്ങളെ കിട്ടി, പിന്നെ ഈ പിള്ളേർ നീ ഈ ചെളിക്കകത്ത് കിടന്ന് ശാഖത്തേ ഉള്ളെന്ന് പറഞ്ഞ് ബോസുണ്ട്. അന്നേരം ബോസ് അമ്മ പറഞ്ഞു, അമ്മമ്മ പോക്കോ അമ്മമ്മേ, മഴ പെയ്താലും ഇല്ലെങ്കിലും ബേത്ലഹേമിനെ വിട്ട് വരാൻ പറ്റുകയെന്ന് പറഞ്ഞു. ഞാൻ ഒരു വാക്ക് പറഞ്ഞ് മുമ്പോട്ട് പോവുകയാണ്. മോവാബിൽ നിന്ന് മരണവാർത്ത പുറത്തു വരുമ്പോൾ ഇവിടെ നിന്ന് വരുന്നത് കൊയ്ത്തിന്റെ വാർത്തയാ. ബേത്ലഹേമിൽ നിന്ന് വരുന്നത് കൊയ്ത്തിന്റെ വാർത്തയാ. നിങ്ങളൊന്ന് വിശ്വാസത്തോടെ രാമൻ പറഞ്ഞാട്ടെ. എനിക്കത് പറയുമ്പോൾ എൻ്റെ തലയ്ക്കകത്ത് നിന്നങ്ങ് വിങ്ങുന്നുണ്ട്.
ഇങ്ങനൊരു വാക്യം പറയാം, നിൽക്കുന്ന ബോവസുമാര് കൊയ്യുവന്നേ. നിൽക്കുന്ന ഈ ഉപദേശം വിട്ടുപോകാതെ, ഈ പ്രമാണം വിട്ടുപോകാതെ, ഇവിടെ പണം ഉണ്ടാക്കാൻ വേണ്ടി തലകുത്തി മറിയാതെ ഇതിനെ വട്ടം പിടിക്കുന്നവർ ഒരു ദിവസം കൊയ്യും. അവർക്ക് വേണ്ടി ഒരു ദിവസം മാറ്റിവെച്ചിട്ടുണ്ട് എന്റെ തമ്പുരാൻ. ഒത്തിരി മിടുക്കരാകാതിരിക്കുന്ന നല്ലത്. കുറെയൊക്കെ മണ്ടന്മാരാകാണ് രക്ഷയാ. ഹല്ലേലൂയ. പോട്ടെ. അവിടുന്ന് അവിടെ പോയി 3 ആൺപിള്ളേര് മരിച്ചേച്ച് എങ്ങനെയാണ് പറഞ്ഞു ഒപ്പിക്കുന്നത് ആർക്കറിയാം. അതിനകത്ത് ഒരു പെങ്കൊച്ച് പറയുക, നിന്റെ ദൈവം, എനിക്ക് ആ സഹോദരിയുടെ അങ്ങ് ബഹുമാനം തോന്നുന്നു. കാര്യം 3 മരണം നടന്ന വീട്ടിൽ ദൈവം അടുപ്പിച്ചടുപ്പിച്ച് 3 പെട്ടി വെച്ച വീടേ. ആ വീട്ടിൽ ദൈവം, അവള് പറഞ്ഞ വാക്കേട്ടോ, നിന്റെ ദൈവം. അപ്പോൾ ഈ 3 മരണം നടന്ന ആ താടി വട്ടം കെട്ടിയ ആ നിശ്ചലമായ ശവപ്പെട്ടിയുടെ ചോട്ടിൽ അവൾ ദൈവത്തെ കണ്ടു. ഞാൻ ചോദിച്ചു, മരണം നടന്നിടത്ത് എങ്ങനെയാ ദൈവത്തെ കാണുന്നത്? രൂത്ത് പറഞ്ഞു, വിട്ടുപോയവനെ പുറകെ നടന്ന് അടിക്കുന്ന ഒരാളുണ്ട്. ഒഴിവാക്കി പോയവനെ പുറകെ നടന്ന് പൊട്ടിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഓ മൈ ഗോഡ്. ഞാൻ ആ ഭാഗം വിടുക. ആ സഹോദരി തിരിച്ചു വന്നേച്ച് അമ്മായിമ്മ പറഞ്ഞു, ഞാൻ ഇനി പ്രാർത്ഥനയ്ക്കില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥന മടുത്ത ഒത്തിരി പെന്തിക്കോസുകാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അച്ഛൻ കണ്ടിട്ടുണ്ടോ? പിന്നെ പാട്ട് പ്രാർത്ഥന എല്ലാം മടുത്ത് കുഴഞ്ഞ് പണ്ട് ഒരു വീട്ടു പ്രാർത്ഥന പോലും കളയാത്തവർ ഇപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിയല്ല. പ്രാർത്ഥന മടുത്ത് ഒത്തിരി നവമേമാര് കട്ടപ്പുറത്ത് കയറിയപ്പോൾ സഹോദരി പറഞ്ഞു, ഞാൻ പോവാന്ന് പറഞ്ഞു. അയ്യോ, അതൊക്കെ ഞാൻ പറഞ്ഞ നേരം വെളുക്കും, എനിക്കൊക്കെ ആർത്തി അതൊക്കെ പറയാം. ഈ സഹോദരി എന്നപ്പം ഇവള് അനാഥയും വിധവയും പരദേശിയാണല്ലോ. അപ്പം ഇവർക്ക് അവിടെ പെറുക്കാം. പക്ഷേ അവിടെ നേരത്തെ പെറുക്കുന്ന ആളുകളൊക്കെ അവിടെ നിൽക്കുന്നതുകൊണ്ട് അവര് ഇവൾക്ക് അങ്ങോട്ട് എൻട്രി കൊടുക്കുന്നില്ല. ഈ രാത്രി 11 മണിക്ക് തിരുവനന്തപുരത്ത് നിന്ന് പോരുന്ന ഒരു അമൃത എക്സ്പ്രസ് ഉണ്ട് ട്രിവാൻഡ്രത്ത്. ഞാനത് സ്ഥിര യാത്രക്കാരനാണ്. അതെ. അപ്പോൾ സീറ്റൊന്നും ഇല്ലല്ലോ, അതിങ്ങനെ പഴക്കൊല തൂക്കിയിട്ടിരിക്കുന്ന പോലെ ഇങ്ങനെ തൂക്കി എന്ന് വേണം കോട്ടയത്ത് വരാൻ. 2:30 ആകുമ്പോൾ കോട്ടയത്ത് വരും. അപ്പോൾ ഈ അതിൻ്റെ സീറ്റിൽ 3 പേർക്ക് ഇരിക്കാവുന്ന സീറ്റാണ്. ആ 3 പേരും കൂടെ ഒന്ന് ആഗ്രഹിച്ചാൽ ഒരാളെയും കൂടെ എന്ത് ചെയ്യാം, ഇരുത്താം. നമ്മളിങ്ങനെ മേളി കമ്പിയെ പിടിച്ച ആ സീറ്റിൻ്റെ ആ ഗ്യാപ്പിലോട്ട് ഇങ്ങനെ നോക്കുക. എന്തിനാണെന്നറിയോ? പറ മനസ്സലിഞ്ഞ് ഒരു കാലം ഒന്ന് ഒതുക്കുകയാണെങ്കിൽ ഞാനൊരു ശകലം. അന്നേരം ഇവർ ചെയ്യുന്നറിയോ, അവരങ്ങ് വിരിയും നമ്മളവിടെ ഇരിക്കാതിരിക്കാൻ. ഓ, നിങ്ങൾ കണ്ടിട്ടില്ല? അവർക്ക് അത്രയും വിരിച്ചിലില്ലെങ്കിൽ ഒരു മനഃപൂർവ്വം ഇങ്ങനെ അങ്ങോട്ട് ഏറ് കയറ്റി. എന്തിനാണെന്നറിയോ? ഈ മുടിഞ്ഞോം വന്ന് ഈ ഇടയ്ക്ക് കയറാതിരിക്കാൻ. ഇതുപോലെ പഴയ പെറുക്കുകളെല്ലാം കൂടെ അങ്ങ് നിറഞ്ഞു നിൽക്കുമ്പോൾ രൂത്തിന് പെറുക്കാനിടയില്ല. പക്ഷെ രൂത്തിൻ്റെ പ്രത്യേകത എന്നറിയോ? അവർക്ക് പെറുക്കാതെ വീട്ടിൽ ചെന്ന വേറെ മാർഗമില്ലാത്തതുകൊണ്ട് ഇടിച്ചു മാറ്റി വെച്ചൊരു പെറുക്കുണ്ട്. കറ്റയിൽ നിന്ന് വലിച്ചൂരി. ഞാൻ ആ ഭാഗം അങ്ങനെ അങ്ങ് പറഞ്ഞു. ഇനി അങ്ങനെ അങ്ങ് പറഞ്ഞു പോയാൽ എത്തുകയില്ലാത്തതുകൊണ്ടാണ്. അവിടെ 2 വീണ്ടെടുപ്പുണ്ട്. ഒന്ന് പ്രോപ്പർട്ടി, 2 വ്യക്തി. 2 വീണ്ടെടുപ്പുണ്ട്. ഒന്ന് പ്രോപ്പർട്ടി. അപ്പം ഈ വീണ്ടെടുപ്പ് നടക്കേണ്ട 2 ഏരിയകളിൽ ഒന്ന് പ്രോപ്പർട്ടിയാണ്, രണ്ടാമത്തത് വ്യക്തിയാണ്. നിങ്ങൾ എപ്പോഴും ഓർത്തോണം, ഈ വേദോസം പഠിച്ച് മണ്ണിൻ്റെ പോരൊരു വല്ലാത്ത പോരാൻ. നിങ്ങളെന്നോട് കൂടെ ഉണ്ടോ? 2 തെളിവ് പറഞ്ഞ് ചുമ്മാ പറഞ്ഞു വിട്ടേക്കാം. ഞാനിപ്പം നിർത്തുവച്ച ഉടനെ നിർത്താം. ഒന്ന്, കർമ്മേലിലെ യാഗപീഠത്തിലെത്തി മണ്ണിനെ ദഹിപ്പിച്ചെന്ന് വാക്യമുണ്ട്, ഇല്ലേ? അപ്പൊ ആ കർമ്മേലിന്റെ വ്യാപാരങ്ങൾ ഒളിച്ചു കിടക്കുന്ന ഈ മണ്ണിനെ ശുദ്ധീകരിക്കേണ്ടത് ദൈവത്തിന്റെ ഉദ്ദേശമാണ്. ഇന്ന് രാത്രി ഈ കൂടെ നിന്നെ നന്മയെ വിഴുങ്ങുന്ന ആ മണ്ണിന്റെ കെട്ട് തമ്പുരാൻ അഴിക്കാൻ പോവാ. വിശ്വസിക്കുന്നവരെ രാമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. 2-ാമത്തെ അപ്പോസ്തലപ്രവൃത്തിയിൽ വാക്യം കിടപ്പുണ്ട്. യൂദയുടെ രക്തനിലയിലെ അക്കൽദാമ അവിടെ എഴുതിയിരിക്കുന്നറിയോ? നിന്റെ അധ്യക്ഷ സ്ഥാനം ബിഷപ്പ് മറ്റൊരുത്തരിക്കട്ടെ. അടുത്ത വാക്യം അറിയോ? നിന്റെ വാസസ്ഥലം ശൂന്യമായി പോട്ടെ, അവിടെ ആരും പാർക്കാതിരിക്കട്ടെ. കണ്ടോ? നിന്റെ പ്രോപ്പർട്ടി എടുക്കാൻ കൊള്ളുകയല്ല, പക്ഷെ നിന്റെ അധ്യക്ഷ സ്ഥാനം ഞാൻ തന്നതാ, അത് ഞാൻ എടുത്ത് വേറെ ആൾക്ക് കൊടുക്കും. മനസ്സിലായോ? അവന്റെ വാസസ്ഥലത്ത് ആരും പാർക്കരുത്. കാര്യം ആ മണ്ണ് അതുപോലെ കെട്ടിയ മണ്ണാത്. ഇന്ന് രാത്രിയിൽ എഴുതി വെച്ചു, ചില മണ്ണുകളെ ദൈവം ശുദ്ധീകരിക്കാൻ പോവാ. ആമേൻ.
ഞാൻ ആ ഭാഗം ഒന്ന് ക്ലോസ് ചെയ്തിട്ട് പ്രാർത്ഥിക്കാൻ പോകണേ. ആമേൻ. ആ അനുഗ്രഹത്തിൻ്റെ പാത്രത്തെക്കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഈ ക്രൂശെ കയറി പിടിച്ച കുറേനക്കാരൻ്റെ ചരിത്രം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ദേഹത്ത് മുഴുവൻ ചോര പറ്റിച്ച് നിൽക്കുന്ന അവൻ്റെ വീടിനകത്തോട്ട് ഈ ചോര വന്നപ്പോൾ തലമുറകളുടെ ഭാവി വേറെ ഒന്നായി. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ബുക്കിനകത്ത് വായിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്. ഈ പെട്ടകം കയറ്റി വെച്ച എബേസിൻ്റെ കുടുംബത്തിൻ്റെ പിന്മുറക്കാരനാണ് ഈ കുറേനക്കാരൻ എന്ന് പറഞ്ഞൊരു വാദം ഞാൻ വായിച്ചായിരുന്നു. ഞാൻ തെളിയിക്കാൻ നിൽക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, എബേസിൻ്റെ കുടുംബത്തിൻ്റെ അകത്ത് കയറിയ അതേ പെട്ടകം ദേ കുറേനക്കാരൻ്റെ പെരക്കകത്ത് ചെന്ന് കയറുക. സംഭവിച്ചത് എന്നറിയാമോ? ആമെ ഒരു തലമുറ ബിഷപ്പായി, ഒരു തലമുറ ഗവർണറായി. ഇന്ന് രാത്രി ഞാൻ ഈ യോത്ര നിൽക്കുമ്പോൾ ചില കുടുംബത്തിൻ്റെ അകത്ത് യേശുവിൻ്റെ ചോര ചിലത് ചെയ്യാൻ പോകുകയാണ്. ഒന്ന് എഴുന്നേറ്റൊന്നൊന്ന് പ്രാർത്ഥിച്ചാട്ട് ദൈവമേ. പ്ലീസ് സ്റ്റാൻഡ് ടുഗദർ. ലഗർത്തന ലഗർത്തന ഹൽബനാഥന ജനാധികർമ്മന ലഗർത്തന സിഖാരബന്ധല റബൗഷസിയാന. ദൈവമക്കൾ പ്രാർത്ഥിച്ചേ, ഒന്ന് ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചേ. ആമേ, ഒരു തരത്തിൽ നിന്നെ ഗതി പിടിപ്പിക്കാതെ നിന്റെ മണ്ണിനോട് മല്ലയുദ്ധം ചെയ്യുന്ന അന്ധകാര മണ്ഡലങ്ങൾ നിന്നെ ഗതി പിടിക്കാതിരിക്കാൻ, നിന്റെ തലമുറ രക്ഷപ്പെടാതിരിക്കാൻ. ആമേ, പക്ഷെ ഇന്ന് രാത്രി ദൈവാത്മാവ് എന്നോട് പറയുന്നു, ആ കിണ്ണത്തിനകത്തെ ചോര നിന്റെ ശാപങ്ങളെ വലിച്ച് കരം അടിച്ചൊന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ആ ചോര ചിലരുടെ വീട്ടിൽ വിടുതൽ ചെയ്യട്ടെ. ആ ചോര ചിലരുടെ മേൽ വിടുതൽ ചെയ്യട്ടെ. എല്ലാവരും ചേർന്നൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് രാത്രി ഏതൊക്കെയോ മണ്ണുകൾ ശുദ്ധീകരിക്കപ്പെടുകയാണ്. കൂടെ കൂടെയായി നിന്റെ വീടിനെ ഗ്രസിക്കുന്ന ആ പാരമ്പര്യ ശാപം യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അഴിയാൻ. ഒന്ന് ഉറക്കെ പ്രാർത്ഥിച്ചേ ദൈവമക്കൾ, ഒന്ന് ഉറക്കെ പ്രാർത്ഥിച്ചേ. ആദല ഹദ്ദല റബതന 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 അബ്ചലറ ഗഡഗസിയ. ആമേ, ആ നിയമം കൊണ്ട്, ആ നിയമത്താൽ ഇന്ന് രാത്രി യേശുവിന്റെ ആത്മാവിനോട് പറയുന്നൊരു വാക്ക് ഞാൻ പറയാം. ആ നിയമത്തിന്റെ മേളിൽ കയറി നിന്നെ ആക്രമിക്കാൻ ഒരു ശക്തിക്കും ഇനി പറ്റുകയില്ല. എന്റെ ദൈവമക്കളൊന്ന് പ്രാർത്ഥിച്ചേ. ഒരു വാക്കെന്റെ നെഞ്ചിനകത്ത് കയറി വരികയാ. ആമേൻ. നിന്റെ വീടിനോട് മല്ലയുദ്ധം ചെയ്ത ആ സകല ശാപങ്ങളും ആ കിണ്ണത്തിലെ ചോര ഇന്ന് രാത്രി ഹൈജാക്ക് ചെയ്യുകയാ. ഇന്ന് രാത്രി ചില തലമുറകൾ വിടുവിക്കപ്പെടുകയാണ്. ആഴമായ നിൻ സാന്നിധ്യം വീണ്ടും വീണ്ടും എന്നിൽ പകരുന്നു. ആഴമായ നിൻ സാന്നിധ്യം വീണ്ടും വീണ്ടും എന്നിൽ പകരുന്നു. ഞാൻ ഉറച്ചിടുമേ, എന്നിൽ ബലം വരുമേ. ഞാൻ ഉറച്ചിടുമേ, എന്നിൽ ബലം
എന്നിൽ ബലം വരുമേ, ഞാൻ ഉറച്ചിടുമേ. എന്നിൽ ബലം വരുമേ, ഞാനേകൻ അല്ലിനിയോ. ആഴമായ നിൻ സാന്നിധ്യം വീണ്ടും വീണ്ടും എന്നിൽ പകരുന്നു. ഓർക്കുമെന്നെ തള്ളിപ്പറവാൻ ആവതില്ലേ രാജകീയ പുരോഹിതന യേശു എന്നിൽ. ഞാൻ ഉറച്ചിടുമേ, എന്നിൽ ബലം വരുമേ, ഞാൻ ഉറച്ചിടുമേ. എന്നിൽ ബലം വരുമേ, ഞാനേകൻ അല്ലിനിയോ. ഇന്ന് രാത്രി ചോര നിന്റെ കൂടെയുണ്ട്. യേശുവിന്റെ ചോര, ആ ചോര നിന്റെ കൂടെയുണ്ട്. ഒരു നെഗറ്റീവ് സ്പിരിറ്റും നിന്നെ തൊടുകയില്ല. ആഴമായ നിൻ സാന്നിധ്യം വീണ്ടും വീണ്ടും എന്നിൽ പകരുന്നു. ഞാൻ ഉറച്ചിടുമേ. ഒന്ന് ധൈര്യപ്പെട്ട്. എന്നിൽ ബലം വരുമേ, ഞാൻ ഉറച്ചിടുമേ. എന്നിൽ ബലം വരുമേ, ഞാനേകൻ അല്ലിനിയോ. ഞാൻ ഒറ്റയ്ക്കല്ല. പിതാവേ, അങ്ങയുടെ ചോരയുടെ പവറിൽ ഞാൻ ഈ ജനത്തെ ബ്ലസ് ചെയ്യുന്നു. അങ്ങയുടെ ചോരയിലെ നിയമത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഈ ജനത്തിന് വിടുതൽ വിളംബരം ചെയ്യുകയാണ്. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിന് നന്ദി. We love you, we praise you, Lord. In Jesus' name we pray. Amen. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്താട്ടെ.